അടുത്ത കാലത്ത് ഒരു കൊച്ചു പെൺകുട്ടി കാനഡയിലേക്ക് പോകാൻ അവൾ അവിടെ വെയ്റ്റോമിൽ വന്ന് പ്രാർത്ഥിക്കാൻ വന്നു. 2 ദിവസം മുമ്പ് എന്നെ കാനഡയിൽ നിന്ന് വിളിച്ചിരുന്നു. അപ്പോൾ അവളുടെ അമ്മയും സഹോദരനും ഒക്കെ ചേർന്നാണ് വന്നത്. ആ കൊച്ചുകുട്ടിക്ക് കാനഡയിൽ പോകണം. കൂടെയുള്ള സ്നേഹിതരെല്ലാം പോയി. പോകാനുള്ള സാമ്പത്തിക പദ്ധതികളൊന്നും കയ്യിലില്ല. അമ്മ വളരെ ദുഃഖത്തോടെ എൻ്റെ മുൻപിൽ കരഞ്ഞു. വാസ്തവപ്പച്ച, നിർബന്ധം പിടിച്ചിട്ട് കാര്യമുണ്ടോ? ഇവളോട് എത്ര പറഞ്ഞിട്ടും മനസ്സിലാകുന്നില്ല. എവിടെ ചെന്നാണ് ഈ പണം ഉണ്ടാക്കുന്നത്? അവൾക്ക് ഒരേ ഒരു നിർബന്ധം, എനിക്ക് കാനഡയിൽ പോകണം. എന്ത് ചെയ്യാനൊക്കെ നിർബന്ധത്തോടെ വെയ്ത്തോമിൽ അവിടെ സിറ്റിയിലിരുന്ന കൊച്ചു കരയുകയാണ്. ഞാൻ അവളോട് പറഞ്ഞു, ദൈവം കരുണയുള്ളവനാണ്, നിന്നെ കാനഡയ്ക്ക് അയക്കും, ധൈര്യപ്പെട്ടാട്ടെ. അവൾ ആ ചെറിയ മുറിവാക്യത്തിൽ കയറി പിടിച്ചു. വാസ്തവപ്പച്ചൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നെ കാനഡയിൽ അയക്കും. പലരോടും ഫോൺ ചെയ്തു പറഞ്ഞു, ഞാൻ കാനഡയിൽ പോകും, എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ പോകും. ചില നാളുകൾ കഴിഞ്ഞ് അമ്മയുടെ പഴയ ഒരു സ്നേഹിത ഫോൺ ചെയ്തു. നിന്റെ കുഞ്ഞുങ്ങൾ എങ്ങനെ ഇരിക്കുന്നടി നീ ചോദിച്ചപ്പോൾ പറഞ്ഞു, അമ്മാമ്മേ ഞങ്ങളിങ്ങനെ കഷ്ടത്തിലാണ്, ഇവിടെ ഒരുത്തി നേഴ്സിംഗ് കഴിഞ്ഞ് കാനഡയിൽ പോകണമെന്ന് പറഞ്ഞു വഴക്കാണ്. ഞാൻ ഇവിടെ നിന്ന് പണം ഉണ്ടാക്കും, 10 ലക്ഷം രൂപ വേണം, ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ ആ അമ്മാമ്മ പറഞ്ഞെന്നറിയാമോ, നീ അതിന് വ്യാകുലപ്പെടേണ്ട, 10 ലക്ഷം രൂപ ഞാൻ തരാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ ദൈവമക്കളെ, അത്ഭുതമല്ലേ? 10 ലക്ഷം രൂപ ഞാൻ തരാം, പിന്നീട് എപ്പോഴെങ്കിലും തന്നാൽ മതി. എണ്ണപ്പെട്ട നാളുകൾക്കുള്ളിൽ തന്നെ ആ കുട്ടി കാനഡയിൽ പോയി. ചുരുങ്ങിയ ഒരാഴ്ചക്കുള്ളിൽ എല്ലാ കാര്യവും ക്രമീകരിച്ച് ഇന്നലെ കാനഡയിൽ തന്നെ വിളിച്ചു. അപ്പോൾ എന്നോട് പറയാണ്, ഞാൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തു, എനിക്കൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുകയാണ്. ചില കാര്യങ്ങൾ ദൈവം തമ്പുരാൻ പെട്ടെന്ന് ചെയ്യും. ഇനിയും ചില കാര്യങ്ങൾ ദൈവം തമ്പുരാൻ നാം മുട്ടയിലിരിക്കണം. യാഗം കഴിഞ്ഞു, കർമ്മേലിൽ പോയി, കാലുകൾ മുട്ടുകൾക്കിടയിൽ ഇട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ശ്രദ്ധിച്ച്, നടക്കുന്ന കാര്യമാണോ? 2 കാലം മുമ്പോട്ട് നീട്ടി വെച്ചിട്ട് അതിനിടെ തലയിട്ടിരിക്കുക എന്ന് പറഞ്ഞാല് അദ്ദേഹം ഒരു വണ്ണം കുറഞ്ഞ മനുഷ്യനാ. വലിയ വയറും വലിയ വണ്ണമൊന്നുമില്ല. അങ്ങനെ നമുക്ക് ഇരിക്കാനൊക്കത്തില്ല. ചിലരോടൊന്ന് ആരാധനയ്ക്ക് മുട്ടയിലിരിക്കാൻ പറഞ്ഞാൽ ഉരുണ്ടു വീഴും. അതാ, അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുണ്ടു വീഴും. ഇരിക്കാനുള്ള സാഹചര്യം അവർക്ക് ഒക്കുന്നില്ല. പക്ഷേ ഈ ഏലിയാവ് മുട്ടുകൾക്കിടയിൽ, ഞാനത് എപ്പോഴും ഓർത്തിട്ടുണ്ട്, മുട്ടുകൾക്കിടയിൽ തല വെച്ചിരുന്നെന്ന് പറഞ്ഞാലൊന്ന് നോക്കിക്കേ. എല്ലാം പരാജയപ്പെട്ട അരിഷ്ടപ്പെട്ട ഒരു രൂപത്തിൽ അദ്ദേഹം ഇരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് കൊച്ചുപദേശിയോട് പറയും, ഒന്ന് പോയി നോക്കിയിട്ട് വാടാ. അവനും മെനക്കേടായി. 6 പ്രാവശ്യമായി, ഇല്ല ആസെ അവിടെ ഒന്നും കാണുന്നില്ല. ചില കഴിഞ്ഞപ്പോ ഒന്നുകൂടെ പറഞ്ഞു, ഒന്നുകൂടെ പോയി നോക്കടാ. നോക്കി 7-ാം പ്രാവശ്യം വന്ന് പറയുന്നു, യജമാനനെ, പ്രവാചക, ആകാശത്തു നിന്നൊരു കൈ എഴുന്നേറ്റ് വരുന്നു. മനുഷ്യന്റെ കൈപ്പത്തി ഓരോരു കൈപ്പത്തി ആകാശത്തു നിന്ന് എഴുന്നേറ്റ് വരുന്നു. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. നീ എഴുന്നേറ്റ് പ്രഭാതത്തിൽ ഈ മേഘങ്ങൾ കാണുമ്പോൾ നീ ഏറ്റുപറയണം, ആകാശത്തു നിന്നൊരു കരം എഴുന്നേറ്റ് വരും. എന്റെ യാഗത്തിൽ മഞ്ഞും മഴയും പെയ്യും. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ വിതച്ച വിത്ത് അതാർപ്പോടെ ഞാൻ കൊയ്യും. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. വാഗ്ദത്തം ചെയ്ത ദൈവം നമ്പുരാൻ വിശ്വസ്തനാണ്. എത്ര വർഷം കഴിഞ്ഞാലും നിവർത്തിച്ചു തരും. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. അവിടെ നമ്മുടെ കർത്താവായ യേശുവിന്റെ ഒരു സംഭവം കാണാം. മരുഭൂമലയിൽ വെച്ച് യാക്കോബും യോഹന്നാനും പത്രോസും തന്നോടുകൂടെയുണ്ട്. മനോഹരമായ ഒരു രംഗമാണ്. അവരിങ്ങനെ നോക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന്, മേഘത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, മേഘത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 7-ാം വാക്യം എന്ന് വായിച്ചാട്ടെ. പിന്നെ ഒരു മേഘം വന്ന് അവരുടെ മേൽ നിഴലിട്ടു. പിന്നെ ഒരു മേഘം വന്ന് അവരുടെ മേൽ നിഴലിട്ടു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പിൻ. ശ്രദ്ധിക്കുക, ഇവൻ എന്റെ പ്രിയപുത്രൻ എന്ന് സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ ഭൂമിയിലേക്ക് അയച്ച തന്റെ ഏകജാതനായ മശിഹായെ കുറിച്ച് സാക്ഷ്യം പറയും തൊട്ടു മുൻപേ ഒരു മേഘം വന്ന് മൂടിയിരുന്നു. ഒരു മേഘം അവിടെ മൂടി മറച്ചു. മേഘത്തിന്റെ മറവിൽ നിന്നാണ് ദൈവം സംസാരിക്കുന്നത്. സ്വർഗം നമ്മെക്കുറിച്ച് നിത്യതയുടെ കവാടത്തിങ്കൽ സാക്ഷ്യം പറയുവാൻ ഈ മേഘം നമുക്കൊരടയാളമായിരിക്കട്ടെ. ഒരുപാട് കാര്യം നമുക്ക് ചിന്തിപ്പാനുണ്ട്, നമുക്ക് സമയം പോരാ. മേഘം നമുക്ക് അടയാളമായിരിക്കുകയാണ്. അപ്പോൾ മേഘമാണ് യേശുവിന്റെ കാൽപാദങ്ങളെ മൂടിയത്. ദൈവവചനത്തിന്റെ ആഴങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാം. ഇപ്പോൾ നമ്മൾ മനസാക്ഷികത്തിൽ ജീവിച്ച നോഹയും ദൈവവും തമ്മിൽ ഉടമ്പടിയുടെ രംഗം നാം ചിന്തിച്ചു. തൊട്ടു പിന്നാലെ കുഞ്ഞാടിന്റെ നിണത്താൽ വീണ്ടെടുക്കപ്പെട്ട ഇസ്രായേലിന്റെ മരുഭൂമി യാത്രയിലുള്ള മേഘത്തിന്റെ സാന്നിധ്യം നാം ഗ്രഹിച്ചു. ഭക്തനായി ഏലിയാവ് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി നിൽക്കുന്ന മേഘത്തെ കുറിച്ച് നാം ചിന്തിച്ചു. മരുഭൂമലയിൽ വെച്ച് യേശുവിനോട് സ്ലീഹന്മാർ സംസാരിക്കുമ്പോൾ മേഘം വന്ന് മൂടി അവരോട് യേശു ആര്, അവരെന്ത് ചെയ്യണമെന്നുള്ള സന്ദേശം കൊടുക്കുന്ന കാര്യം നാം വായിച്ചു.
ഇവയെല്ലാം കഴിഞ്ഞു പോകുന്ന ഒരു ഭാഗം. ഇനി നമ്മളുമായുള്ള വ്യക്തിപരമായ ജീവിതത്തിന്റെ ആഴത്തിൽ മേഘങ്ങൾക്കുള്ള ബന്ധം എന്തെന്ന് നമുക്ക് ചിന്തിക്കാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സങ്കീർത്തനം 36 വരുമ്പോൾ ഭക്തനായ ദാവീദ് പാടിയിരിക്കുകയാണ്, നിന്റെ വിശ്വസ്തത മേഘങ്ങളോളം എത്തുകയാണ്. വായിച്ചാട്ടെ 36:5. യഹോവേ, നിന്റെ ദയ ആകാശത്തോളവും നിന്റെ വിശ്വസ്തത മേഘങ്ങളോളം എത്തുന്നു. അപ്പോ ഇന്ന് പൽക്കാലം നമുക്ക് ചിന്തിക്കേണ്ടത് ദൈവം തമ്പുരാന്റെ വിശ്വസ്തതയുടെ അടയാളമാണ് ഈ മേഘം. മേഘമാണ് യേശുവിനെ മൂടിയെങ്കിൽ ആ വിശ്വസ്തത നമ്മെ സംരക്ഷിക്കട്ടെ സഹോദരങ്ങളെ. അപ്പൊ നമ്മളുമായുള്ള ദൈവത്തിന്റെ ഈ മേഘത്തിന്റെ ബന്ധമാണ് നമ്മുടെ ചിന്താ വിഷയം. ഓരോ യുഗത്തിൽ ജീവിച്ച നീതിമാന്മാരെ കുറിച്ചും അവരും ഈ മേഘവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നാം ചിന്തിച്ചു. ഇപ്പോൾ ഭക്തൻ പാടിയിരിക്കുകയാണ്, നിന്റെ വിശ്വസ്തത മേഘങ്ങളോളം എത്തുകയാണ്. ദൈവം തമ്പുരാൻ വിശ്വസ്തനാണ്. ഈ പൽക്കാലം നമുക്ക് ചിന്തിക്കേണ്ടത് നമ്മുടെ ദൈവത്തിന്റെ വിശ്വസ്തതയുടെ ഒരു മനോഹര ചിത്രമാണ്. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തിരുവെഴുത്തിന്റെ ആഴങ്ങളിലേക്ക് വരുമ്പോൾ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്, തന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. 1 കൊരിന്ത്യർ 1:9 തന്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം തമ്പുരാൻ വിശ്വസ്തനാണ്. അവന്റെ വിശ്വസ്തത മേഘങ്ങളോളം ചെന്നെത്തുകയാണ്. ഇന്ന് നമുക്ക് ചിന്തിക്കേണ്ടത് നമ്മളുമായുള്ള ഈ മേഘങ്ങളുടെ ബന്ധം എന്താണ്? അത് വിശ്വസ്തതയുടെ അടയാളമാണ്. പൗലോസ് പറയുന്ന ഈ കൂട്ടായ്മയിലേക്ക് വിളിച്ച നമ്മുടെ ദൈവം അവൻ വിശ്വസ്തനാണ്. നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. നമ്മളാരും യാദൃശ്യമായി മാർഗത്തിൽ വന്നവരല്ല. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ മാർഗത്തിൽ യാദൃശ്യമായി വന്നുപെട്ടവർ ആരെങ്കിലും ഉണ്ടോ? തെരുവുനാ കഴിക്കാൻ വന്നപ്പോൾ ആശ്രയമറ്റ് തുറന്നു കിടന്ന വിശ്വാസ വീട്ടിൽ ഓടിക്കേറിയവരുണ്ടെങ്കിൽ കൈപൊക്കിക്കാൻ ആരും തന്നെ ഇല്ല. ഇടിവെട്ടി മഴ പെയ്യുന്നത് കണ്ട് നിൽക്കാൻ മാർഗമില്ലാഞ്ഞ് ഓടി ആരാധനയ്ക്ക് കയറിയവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് കൈപൊക്കിക്കാണ്ട് ആരും കൈപോക്കുന്നില്ല. അപ്പോ നാഗടിക്കാൻ വന്നപ്പോൾ ഓടിക്കേറിയവരും പെരുമഴ കണ്ട് അഭയം തേടി വിശ്വാസമാർഗത്തിൽ വന്നവരുമല്ല. ലോകസ്ഥാപനം മുമ്പ് യേശു ക്രിസ്തുവിൽ കൂടെ നീതിയുള്ള പരിശുദ്ധ പിതാവ് മുൻ നിയമിച്ചവരും മുൻ കണ്ടവരുമായ വിശുദ്ധന്മാരാണ് നമ്മൾ. പൗലോസ്ലീഹ പറയുന്നു, പിതാവായ ദൈവത്തിന്റെയും കർത്താവായ യേശുവിന്റെയും ഈ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. ഈ മേഘം ദൈവ വിശ്വസ്തതയുടെ അടയാളമാണ്. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ദൈവവിശ്വസ്തതയുടെ ഒരു വലിയ ഭണ്ഡാരം ബൈബിളിലുണ്ട്. ഞാൻ എൻ്റെ ആയുഷ്കാലത്തിൽ ഏറ്റവും അധികം പ്രസംഗിച്ചിട്ടുള്ള വിഷയങ്ങളിലൊന്ന് ദൈവത്തിന്റെ വിശ്വസ്തതയെക്കുറിച്ചും അവന്റെ കരുണയുടെ ആഴങ്ങളെക്കുറിച്ചുമാണ്. അപ്പൊ നമുക്ക് ചുരുങ്ങിയ സമയം നമുക്ക് ദൈവവിശ്വസ്തതയുടെ ആഴങ്ങളെക്കുറിച്ചൊന്ന് ചിന്തിക്കാം. മേഘമുള്ളിടത്തോളം കാലം അവൻ വിശ്വസ്തനാണ്. മേഘം മാറിപ്പോകത്തില്ല. മേഘപ്പാളിക കാണുമ്പോഴൊക്കെയും നിന്റെ മനസ്സെന്നെങ്കിലും ഒരു നാൾ അധൈര്യപ്പെട്ടു പോകുന്നെങ്കിൽ നട്ടാപ്പകൽ നീ ആകാശത്തിലേക്ക് നോക്കി മേഘങ്ങൾ കാണുമ്പോൾ ഈ വചനം ഒന്ന് ഏറ്റു പറയുക, അവന്റെ വിശ്വസ്തത മേഘങ്ങളോളം എത്തുന്നു. ഒന്നുകൂടെ വായിച്ചാൽ, നിന്റെ വിശ്വസ്തത മേഘങ്ങളോളം എത്തുന്നു. ദൈവം തമ്പുരാന്റെ വിശ്വസ്തത മേഘങ്ങളോളം എത്തുന്നു. അപ്പൊ ഇന്ന് പകൽക്കാലം നമുക്ക് ചിന്തിക്കേണ്ടത് ഈ കൂട്ടായ്മയിലേക്ക് വിളിച്ച നമ്മുടെ ദൈവം തമ്പുരാൻ വിശ്വസ്തനാണ്. അപ്പോസ്തലനായ പൗലോസ് തന്റെ അരുമശിഷ്യനായ തീമോഥെയോസിനോട് എഴുതുമ്പോൾ ദൈവിക സ്വഭാവത്തിന്റെ ഒരു ചിത്രം അവന് വരച്ചു കൊടുക്കുകയാണ്. ആ കൂട്ടത്തിൽ എഴുതിയിരിക്കുന്നു, തീമോഥെയോസേ, നീ അവിശ്വസ്തനെങ്കിലും നിന്റെ ദൈവം തമ്പുരാൻ വിശ്വസ്തനാണ്. അതാണ് നമുക്ക് ഇന്ന് പകൽക്കാലം ഏറ്റു പറയുവാനുള്ളത്. എന്റെ പൊന്നു തമ്പുരാനെ, ഞാൻ ഒരു നാൾ പോലും വിശ്വസ്തനല്ലെങ്കിലും എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. എത്ര ദൈവമക്കൾ അത് വിശ്വസിക്കുന്നു? ഞാൻ അവിശ്വസ്തനെങ്കിലും ഈ കൂട്ടായ്മയിലേക്ക് എന്നെ വിളിച്ച എന്റെ ദൈവം തമ്പുരാൻ വിശ്വസ്തനാണ്. എത്ര ദൈവമക്കൾ അത് വിശ്വസിക്കുന്നു? ഈ കൂട്ടായ്മയിലേക്ക് എന്നെ വിളിച്ച എന്റെ ദൈവം വിശ്വസ്തൻ. ഞാൻ അവിശ്വസ്തനെങ്കിലും എന്റെ ദൈവം വിശ്വസ്തന്. അവന്റെ സ്വഭാവം ത്യജിപ്പാൻ ഒരു നാളും സാധ്യമല്ല. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. ദൈവം തമ്പുരാൻ വിശ്വസ്തനാണ്. ഇനി നമുക്ക് ദൈവവിശ്വസ്തതയുടെ ആഴങ്ങളൊന്ന് ചിന്തിക്കാം.
ഏതെല്ലാം വിഷയത്തിലാണ് ഭക്തന്മാരെ ദൈവത്തിന്റെ വിശ്വസ്തത നമ്മിൽ വെളിപ്പെട്ടു വരുന്നത്? യോഹന്നാൻ തന്റെ ലേഖനം എഴുതുമ്പോൾ ഒരു വാക്കെഴുതിയിരിക്കുകയാണ്. 1 യോഹന്നാൻ 1-ാം അധ്യായത്തിൽ വരുമ്പോൾ അതിന്റെ 7-ാം വാക്യത്തിൽ 9-ാം വാക്യത്തിലാണ്. അവിടെ യോഹന്നാൻ പറയുന്നു, നമുക്ക് പാപമില്ലെന്ന് പറഞ്ഞാൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു. നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിലോ സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ ദൈവം വിശ്വസ്തനും നീതിമാനും. വായിച്ചാൽ, നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാണ്. ശ്രദ്ധിക്കൂ, ദൈവവൈതലേ, ഈ കൂട്ടായ്മയിലേക്ക് നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. നീ വിശ്വസ്തതയുടെ 1-ാമത്തെ സ്റ്റെപ്പ് കയറുകയാണ്. നിന്റെ പ്രാണൻ ശരീരത്തെ വിടുന്ന അന്തിമ നിമിഷം വരെ ഈ കൂട്ടായ്മയിലേക്ക് വിളിച്ച ദൈവം വിശ്വസ്തനാണ്. പശ്ചാത്തപിക്കുന്ന ഏതൊരു പാപിയോടും സ്വർഗം ക്ഷമിക്കും. കാരണം എന്തോ? ദൈവം വിശ്വസ്തനാണ്. എല്ലായ്പ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കൂ. നമ്മൾ ഒരിക്കലും കപടഭക്തിക്കാരായി തീരരുത്. ജീവിക്കാൻ ഒക്കുന്നില്ലെങ്കിൽ ദൈവം തമ്പുരാനോട് ജീവിക്കാൻ ഒക്കുന്നില്ലെന്ന് പറയണം. ഇവിടെ ഒരു ആത്മീയ അന്തരീക്ഷം ഉണ്ടാക്കാൻ പാസ്റ്റപ്പച്ചൻ ഒരുപാട് പാടുപെട്ട് ഞാനും ഓർത്തു. ഓർമ്മയിൽ സൂക്ഷിക്കൂ സഹോദരങ്ങളെ, കപടഭക്തിയും സൂത്രമൊന്നും നമുക്ക് പിടിക്കരുത്. നമ്മുടെ ദൈവം തമ്പുരാൻ വിശ്വസ്തനാണ്. ചിലർ പിന്നെ അവസാനം ഈ ഉണർവൊന്നും പോരാ എന്ന് പറയും, ഇല്ലേ? അങ്ങനെ പറയുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അടുത്ത കാലത്ത് ഒരാൾ പ്രസംഗിച്ച് ഉണർവ് കൂടിപ്പോയി. ഉണർവുകൂടി പ്രസംഗിച്ച് ദൈവത്തിന് അസാധ്യമായത് വല്ലതും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ പ്രസംഗിച്ച് അപ്പൊ ഇല്ലെന്നുള്ളത് പറഞ്ഞ് സ്ഥാപിച്ചു. പ്രസംഗം രൂക്ഷമായി, സ്പീഡ് കൂടിപ്പോയി. അപ്പോൾ അബ്രഹാമിന്റെയും സാറായുടെയും ചരിത്രം പറഞ്ഞു. ഉണർവ് കൂടിപ്പോയപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? വാർദ്ധക്യത്തിൽ തിങ്കിലും അബ്രഹാം പ്രസവിച്ചെന്ന് പറഞ്ഞു. പ്രസവിച്ചത് സാറായല്ലേ? നമ്മുടെ ദൈവമക്കൾ പലരും ഉണർന്നു ഉറങ്ങിയിരിക്കുന്നതുകൊണ്ട് സംഭവം പിടികിട്ടിയില്ല. അതിനും ആമീനും ഗ്ലോറിയും ഒക്കെ പറഞ്ഞു. സാറാ പ്രസവിച്ചത് അബ്രഹാമല്ലേ, മാനുവലേ? പക്ഷെ ഉണർവ് കൂടിയപ്പോൾ അത് പ്രസവിച്ചത് സാറായാണെങ്കിലും ഉണർവ് കൂടിയപ്പോഴത്തേക്ക് അത് അബ്രഹാം ആണെന്ന് പറഞ്ഞു. ഇതെല്ലാം പോകട്ടെ. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അവസാനം ഒരു പ്രാർത്ഥന, കർത്താവേ ഈ ഉണർവൊന്നും പോരാന്ന്. ഇനിയിപ്പോ എന്തോ ഉണർവാ വേണ്ടിയത്? ഈ ഉണർവൊന്നും പോരാ കർത്താവേ, ഇനി ഉണർവ് വേണോ? അപ്പൊ ഞാൻ പറഞ്ഞു, ഉണർവ് കൂടി പ്രസവിച്ചത് സാറായാണെങ്കിലും അബ്രഹാമാന്ന് പറഞ്ഞത് പോരാ, ഇനി ഉണർവ് പോരാന്ന്. അപ്പൊ ഇനിയിപ്പോ ആര് പ്രസവിക്കണം? തേരവ് പ്രസവിക്കണം. അപ്പൊ ദൈവമക്കളെ, കപടഭക്തിയും സൂത്രവും തന്ത്രവും ഒന്നും നമുക്ക് ഉണ്ടാക്കരുത്. നമ്മുടെ ദൈവം തമ്പുരാൻ വിശ്വസ്തനാണ്. ജീവിക്കാൻ ഒക്കുന്നില്ലേ? ദൈവം തമ്പുരാനോട് ഒക്കുന്നില്ലെന്ന് പറയണം. ദൈവ വിശ്വസ്തത നമുക്ക് അടയാളമാണ്. നമ്മളങ്ങനെയല്ലേ വായിച്ചത്? നമുക്ക് പാപമില്ല എന്ന് പറഞ്ഞാൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുകയാണ്. പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിലോ സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ ദൈവം തമ്പുരാൻ വിശ്വസ്തൻ. എത്ര പേര് വചനം വിശ്വസിക്കുന്നു? എന്റെ പൊന്നു തമ്പുരാനെ, ഞാൻ അവിശ്വസ്തനാണെങ്കിലും അങ്ങ് വിശ്വസ്തനാണ്. ഞാൻ പശ്ചാത്തപിക്കുമ്പോഴൊക്കെയും നിന്റെ നീതിയും കരുണയും ഹേതുവായി നീ എന്റെ പാപം ക്ഷമിക്കും. നിന്റെ നീതിയാൽ ദുഷ്ടന്റെ കയർ അറുത്തു കളയും. എന്റെ ദൈവം വിശ്വസ്തൻ. എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നു? എന്റെ ദൈവം എല്ലാ കാലത്തും വിശ്വസ്തനാണ്. പ്രാണൻ ശരീരത്തെ വിട്ടു ആത്മാവ് നിത്യതയിലേക്കും ശരീരം മണ്ണിലേക്കും പോകും വരെയും കപടഭക്തി നമ്മിൽ പിടിക്കരുത്. ദൈവത്തിന്റെ വിശ്വസ്തതയിൽ നമുക്ക് വിശ്രമിക്കാം. പാപമില്ലെന്ന് പറഞ്ഞാൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു. പാപങ്ങളെ ഏറ്റുപറഞ്ഞാലോ സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ ദൈവം തമ്പുരാൻ വിശ്വസ്തനാണ്. അപ്പോൾ ദൈവം തമ്പുരാന്റെ വിശ്വസ്തതയുടെ 1-ാമത്തെ സ്റ്റെപ്പിലേക്ക് നാം കയറി. ഓർമ്മയിൽ സൂക്ഷിക്കൂ, അവസാന നിമിഷം വരെയും ദൈവം വിശ്വസ്തനാന്ന് ആത്മാവിൽ എഴുതി ചേർത്ത് പശ്ചാത്തപിക്കുന്ന ഒരു ഹൃദയത്തോടെ നാം ജീവിക്കണം. ദൈവവിശ്വസ്തതയുടെ 2-ാം ഭാഗത്തേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുക, മനുഷ്യർക്ക് വന്നിട്ടുള്ള അല്ലെങ്കിൽ ഈ ലോകത്തിലെ മനുഷ്യർക്ക് വരുന്നതിനപ്പുറം പരീക്ഷകളൊന്നും നിങ്ങൾക്ക് വന്നിട്ടില്ല. അടുത്തത്, പരീക്ഷയോടുകൂടെ നീക്കുപോക്ക് തരുവാൻ ദൈവം വിശ്വസ്തനാണ്. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 13-ാം വാക്യം വായിച്ചാൽ, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. അപ്പൊ നമുക്കൊക്കെ പരീക്ഷയുണ്ടാകും. എല്ലാ മനുഷ്യർക്കും വരുന്ന പരീക്ഷയൊക്കെയാണ് നമുക്കും വരുന്നത്. അവർക്കല്ലാത്തതിൽ അപ്പുറമായ പരീക്ഷകളൊന്നും നമുക്ക് നേരിടാറില്ല. ഇനി അടുത്തത്, ദൈവം വിശ്വസ്തൻ. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിനും മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കത്തില്ല. ദൈവം വിശ്വസ്തൻ. എന്റെ പരീക്ഷയുടെ നാളുകളിൽ എന്നോടൊപ്പം ഇരുന്ന് തന്റെ കരുണയുടെ കരം താങ്ങി എന്നെ നടത്തുവാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്.
ഇവിടെ പറയുന്നു, നിങ്ങൾക്ക് സഹിക്കാൻ വയ്യാത്ത പരീക്ഷകളൊന്നും വന്നിട്ടില്ല. പരീക്ഷയോടുകൂടെ നീക്കുപോക്ക് തരുവാൻ ദൈവം തമ്പുരാൻ ശക്തനാണ്. പലപ്പോഴും പരീക്ഷകളും വേദനകളും ശാരീരിക കഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകും. അപ്പോസ്തലനായ പൗലോസ്ലിയായെ കണ്ടിട്ടില്ലേ? താനൊരു നിത്യരോഗിയായിരുന്നു. തന്റെ ഉറുമാൽ, തന്റെ പുതപ്പ് അല്ലെങ്കിൽ തന്റെ ടവല് കൊണ്ടെന്നൊരു രോഗിക്ക് ഇട്ടാൽ തനിക്ക് സൗഖ്യം കിട്ടും. പൗലോസ്ലിഹായുടെ തൂവാല കൊണ്ടുപോയി ഒരു രോഗിയുടെ മേലിട്ടാൽ അദ്ദേഹത്തിന് സൗഖ്യം കിട്ടും. പക്ഷെ ഇദ്ദേഹം ഒരു നിത്യരോഗിയാണ്. സാത്താന്റെ ദൂതൻ നിത്യം കുത്തിക്കൊണ്ടിരുന്നു. എന്നാൽ ആ സാത്താന്റെ ദൂതന്റെ ശൂലത്താൽ താൻ മുറിവേൽക്കാതിരിപ്പാൻ ആ ശൂലത്തിന്റെ തുമ്പുകൾ ദൈവത്തിന്റെ കൃപ കൊണ്ടും ദൈവത്തിന്റെ വിശ്വസ്തത കൊണ്ടും പൊതിഞ്ഞു. അതുകൊണ്ടാണ് പൗലോസ് പിശാചിന്റെ മുമ്പിൽ വീണു പോകാതിരുന്നത്. എന്നെ കുത്താൻ സാത്താന്റെ ദൂതനെ ഏൽപ്പിച്ചെങ്കിലും അവന്റെ കുത്തുകൾ വേദനയായി തീരാതിരിപ്പാൻ അവന്റെ ശൂലത്തിന്റെ മൂർച്ചയുള്ള തുമ്പുകളിൽ ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ വിശ്വസ്തതയുമാണ് അവനെ കാത്തു സൂക്ഷിച്ചത്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, കർത്താവേ, സുവിശേഷ വിരോധികളാൽ അടിയേറ്റിരിക്കുന്നു. 195 അടിയാണ് ഏറ്റിരിക്കുന്നത്. കല്ലേറേറ്റു, കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു, ഒരു രാത്രി മുഴുവൻ വെള്ളത്തിൽ കഴിച്ചുകൂട്ടി. അനർത്ഥങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് തന്നെ പിൻഗമിച്ചത്. തന്റെ ശരീരമൊക്കെ കണ്ടാൽ എങ്ങനെ ഇരിക്കും? നന്നാവയോധ്യൻ, ആളിൽ കുറിയൊരു മനുഷ്യനായിരുന്നു. ശരീരം മുഴുവൻ മുറിപ്പാടുകളാണ്. കാലൊക്കെ ആമത്തിൽ ഇട്ടിട്ടേ അതിന്റെ ചങ്ങല വലിഞ്ഞ പാടുകളുണ്ടായിരുന്നു. നമ്മൾ പലപ്പോഴും ശനിയാഴ്ച രാത്രി പോലും ഫുൾഷാപ്പാടൊക്കെ അടിച്ച് ഡള്ളഫിന്റെ മെത്തേ കിടന്ന് കാലെടുത്ത് ഉത്തരത്തെ വെച്ചിട്ടാണ് നമ്മൾ വായിക്കുന്നത്. സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ, പിന്നെ സന്തോഷിപ്പിനെ നമ്മൾ വായിക്കാറുണ്ട്. പക്ഷേ ഈ സന്തോഷിപ്പിൻ എന്ന് എഴുതിയത് എവിടെ കിടന്നാന്നറിയാമോ? റോമന്റെ കാരാഗ്രഹത്തിൽ. ഞാൻ ചിലപ്പോഴൊക്കെ രാത്രിയിൽ ഇരുന്ന് ചിന്തിക്കും, ആ കാലിലെ പാടുകളെ ചങ്ങലയിൽ കിടന്നാലേ എത്ര വർഷം താൻ കാരാഗ്രഹത്തിൽ ചങ്ങലയിൽ കിടന്നു. കല്ലേറിച്ച് നെറ്റിയിലും മുഖത്തും മുറിവിലൊക്കെ ഉണ്ട്. മുതുകത്ത് 35-39 അടി വീതം 5 വട്ടം കൊണ്ടിട്ടുണ്ട്. ഒരു രാത്രി മുഴുവൻ വെള്ളത്തിൽ കഴിച്ചു കൂട്ടിയിട്ടുണ്ട്. ദൈവമക്കളെ ഓർത്തുകൊള്ളണമേ, ഇന്നെല്ലാ സമ്പൽ സമൃദ്ധിയും ദൈവം തമ്പുരാൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇതൊന്നുമില്ലാഞ്ഞ കാലത്ത് ഒരു ഭക്തൻ കപ്പൽ യാത്രക്കിടയിൽ ഒരു ചെറിയ തടിക്കഷ്ണത്തിൽ പിടിച്ച് ഇതാ മധ്യധരണിക്കടലിൽ ആകാശത്തോളം ഉയരുന്ന തിരമാലകൾ, കൊടുങ്കാറ്റ്, ശക്തമായ കടൽക്കാറ്റുകൾ, കടൽപ്പാമ്പ്, കടൽസ്രാവ്, ഇവയുടെ എല്ലാ ഇടയിൽ ഈ ഭക്തൻ ഒരു ചെറിയ തടിക്കഷ്ണത്തെ പിടിച്ച് രാത്രി മുഴുവൻ കഴിച്ചു. നിങ്ങളൊന്ന് മനസ്സുകൊണ്ട് ചിന്തിച്ചു നോക്കൂ. അദ്ദേഹത്തിന്റെ വേദനയും നിങ്ങളുടെ വേദനയും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. എന്തെങ്കിലും വേദന ഇന്ന് നമുക്കുണ്ടോ? എങ്കിലും വീണ്ടും പറയുന്നു, സാത്താന്റെ ദൂതൻ നിത്യം എന്നെ കുത്തിക്കൊണ്ടേയിരുന്നു. താൻ പ്രാർത്ഥിക്കുന്ന രോഗിക്ക് സൗഖ്യമുണ്ട്. തന്റെ തൂവാലയെടുത്തൊരു രോഗിയുടെ മേലിട്ടാൽ സൗഖ്യമുണ്ട്. പക്ഷെ താൻ നിത്യമായ രോഗിയാണ്. എന്നാൽ ദുഷ്ടനായ സാത്താന്റെ ശൂലമേറ്റ് തന്റെ പ്രാണൻ തകരാതിരിക്കുവാൻ അതിന്റെ പിന്നിൽ പരീക്ഷയോടുകൂടെ നീക്കുപോക്ക് കൽപ്പിക്കുന്ന ഒരു ദൈവത്തിന്റെ വിശ്വസ്തതയുണ്ട്. വ്യാകുലപ്പെട്ട് കരഞ്ഞപ്പോൾ പറഞ്ഞു, പൗലോസേ, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരും. പ്രിയ ദൈവ പൈതലേ, കഴിഞ്ഞ കാല ജീവിതയാത്രയിൽ നീ മരണത്താൽ വരയിൽ പോയപ്പോൾ, പ്രതിയോഗിയായ പിശാച് അലറിയെടുത്തപ്പോൾ നിന്നെ സൂക്ഷിച്ചത് ദൈവം തമ്പുരാന്റെ വിശ്വസ്തതയാണ്. പരീക്ഷയോടുകൂടെ എനിക്ക് നീക്കുപോക്ക് തരുവാൻ എന്റെ ദൈവം വിശ്വസ്തനെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. അപ്പോൾ നമ്മുടെ പരീക്ഷയോടുകൂടെ നീക്കുപോക്ക് ദൈവം തമ്പുരാൻ നമുക്ക് തരും. പലപ്പോഴും നമുക്കിത് അറിഞ്ഞുകൂടാ. അവിശ്വസ്തത വളരെ വലുതാണ്. ചില നാളുകൾ ഞാൻ രോഗിയായിരുന്നു. രോഗം മൂർച്ഛിതാവസ്ഥയിലെത്തി. അപ്പോൾ ഞാനൊരു ദർശനം കണ്ടു. ഞാൻ എവിടെയോ ഒരു നിർജ്ജനമായ സ്ഥലത്ത് യാത്ര ചെയ്യുകയാണ്. ധാരാളം മുള്ളുകൾ, പാതകളെല്ലാം മുള്ളുകളാണ്. ഞാൻ ആ മുള്ളിനിടയിൽ കൂടെ പോകേണ്ടി വരികയാണ്. എൻ്റെ ശരീരത്തിലെ ഉടുപ്പെല്ലാം മുള്ളുകൊണ്ട് കീറിയിരിക്കുന്നു. കാൽപാദങ്ങളൊന്നും എടുത്തു വെക്കാൻ ഒക്കുന്നില്ല. അങ്ങനെ ഞാൻ യാത്ര ചെയ്ത് ഒരു വലിയ കെട്ടിടത്തിന്റെ സൈഡിൽ ചെന്നു. അതിന്റെ വാതിലുകളെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. ഞാൻ ആ ഓരോ വാതിക്കൽ ചെല്ലുമ്പോൾ തുറന്ന വാതിലുകൾ അടഞ്ഞു കിടക്കും. ഞാൻ തിരുവഴുത്തിലെ പല കാര്യങ്ങളും ഏറ്റുപറഞ്ഞു, വാതിൽ തുറക്കുന്നില്ല. അവസാനമായി ഞാനൊരു കവാടത്തിങ്കൽ ചെന്നു. ഞാൻ എൻ്റെ ആത്മാവിൽ ഉണർന്നു പറഞ്ഞു, സാത്താനെ, ഈ കൂട്ടായ്മയിലേക്ക് എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഞാൻ ഒരേ ഒരു വാക്കേ പറഞ്ഞുള്ളൂ, ഈ കൂട്ടായ്മയിലേക്ക് എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഞാൻ 2-3 പ്രാവശ്യം പറഞ്ഞപ്പോൾ ആ വാതിൽ തന്നെ തുറന്നു കിട്ടി.
എനിക്ക് മനസ്സിലായി, കർത്താവ് കരുണയുള്ള ദൈവമാണ്. പ്രിയ ദൈവവൈതലേ, നിന്റെ പരീക്ഷയുടെ നാളുകളിൽ കഴിഞ്ഞ കാലത്ത് നീ ഇടറിപ്പോകാതിരുന്നത് ദൈവം തമ്പുരാന്റെ വിശ്വസ്തതയും അവന്റെ കൃപയുമാണ്. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലേ? കഴിഞ്ഞ കാലങ്ങളിൽ നമ്മെ നടത്തിയവൻ വിശ്വസ്തനല്ലേ? മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിച്ചവൻ വിശ്വസ്തനല്ലേ? നമ്മെ പോറ്റി പുലർത്തിയ ദൈവം വിശ്വസ്തനല്ലേ? പരീക്ഷയോടുകൂടെ നീക്കുപോക്ക് തരുവാൻ എന്റെ ദൈവം വിശ്വസ്തൻ. എത്ര പേര് വിശ്വസിക്കുന്നു? ശക്തിയായിട്ടൊന്ന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. വചനം വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കണം. അപ്പോൾ മേഘം വിശ്വസ്തതയുടെ അടയാളമാണ്. പരീക്ഷയോടുകൂടെ നമുക്ക് ദൈവം തമ്പുരാൻ നീക്കുപോക്ക് തരും. ദൈവം തമ്പുരാൻ നീക്കുപോക്ക് എന്നില്ല നമുക്കൊരു കാര്യം നേടാനൊക്കത്തില്ല. ദൈവം തമ്പുരാൻ അഡ്വാൻസ് ആയിട്ടൊന്നും നമ്മളോട് പറയത്തില്ല കേട്ടോ. ചിലർക്ക് അങ്ങനെയൊക്കെ ഉണ്ട്. ചിലർക്ക് ഈ ഒട്ടുമാവിന്റെ മനസ്സാ. ഒട്ടുമാവ് കണ്ടിട്ടില്ലേ? ഒട്ടുമാവ് ചട്ടിയിൽ വെച്ചിരിക്കുകയാണ്. ഇന്നലെ വെച്ചതാണ്, നാളെ കായ്ക്കും, മറ്റന്നാൾ പൂക്കും. ഇന്ന് വെച്ച് നാളെ കെടുത്തു, മറ്റന്നാൾ പൂത്തു, അടുത്ത ദിവസം തന്നെ എന്ത് ചെയ്യും? ബുധനാഴ്ചയോടുകൂടെ മാങ്ങ പഴുക്കും, വ്യാഴാഴ്ച പറിച്ച് തിന്നും. ഇതാ നമ്മുടെ മനസ്സ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഷോർട്ട് മൈൻഡാ. ഒരു മൺചട്ടിക്കകത്തുള്ള വേരേ നമുക്കുള്ളൂ. പക്ഷെ ദൈവം തമ്പുരാൻ ചെയ്യുന്ന അങ്ങനെയല്ല. ദൈവം തമ്പുരാൻ നമ്മുടെ അയ്യത്തൊരു മാവ് വെച്ചാൽ ആദ്യം ആ മാവ് വളരും. അതിന്റെ വേരുകൾ കാറ്റടിച്ചു പടരാതിരിക്കാൻ ആഴത്തിൽ തായ് വേരുകൾ ഇറങ്ങും. അതിനുശേഷം അതിനാവശ്യമുള്ള ധാതു ലവണങ്ങളെ വലിച്ചെടുക്കുവാൻ ചെറുവേരുകൾ ഇറങ്ങും. അവയുടെ തടി ബലപ്പെട്ട് ഒരാൾ കൈപ്പൊക്കത്തിലെത്തുമ്പോൾ ആദ്യം 2 മാങ്ങ ഉണ്ടാകും, പിന്നെ 3 മാങ്ങ ഉണ്ടാകും, പിന്നെ 5 മാങ്ങ ഉണ്ടാകും. വർഷങ്ങൾ കഴിഞ്ഞ് മാവ് ബലപ്പെടുമ്പോൾ കൊടുക്കുന്ന ഫലം താങ്ങാനുള്ള ശേഷിയാൽ മാവിനെ ദൈവം തമ്പുരാൻ നിർത്തും. ഇപ്പൊ നമ്മുടെ കണ്ടുപിടുത്തവും ദൈവം തമ്പുരാന്റെ കണ്ടുപിടുത്തവും തമ്മിലുള്ള വ്യത്യാസമാണ്. നമ്മുടെ കയ്യിലിരിക്കുന്ന ഒട്ടുമാവിന്റെ പരിപാടിയാണ്. ഇന്ന് വെക്കണം, നാളെ കായ്ക്കണം, മറ്റന്നാൾ പൂക്കണം, പിന്നെ അടുത്ത ദിവസം പൂളി തിന്നണം. ഇതിന്റെ ചട്ടിയില ഇത്രേ ഉള്ളന്നേ. മാങ്ങ പറിക്കുന്ന കൂട്ടത്തിൽ പിടി മൂത്ത് കഴിഞ്ഞാൽ വേരും കൊണ്ടിഞ്ഞു പോരും. ഇങ്ങനൊരു ഷോർട്ട് മൈൻഡാണ് നമ്മുടേത്. പക്ഷെ ദൈവം തമ്പുരാന്റെ പദ്ധതി അല്ല. ദൈവം തമ്പുരാന് മാങ്ങയല്ല വിഷയം, മാവാണ് വിഷയം. ദൈവം തമ്പുരാൻ ഈ മാങ്ങയല്ല, 4 ഉണ്ണിക്കല്ല വിഷയം. പകരം എന്തുവാ? പിന്നെന്താണ്? ആ മാവിന്റെ നിലനിൽപ്പാണ് വിഷയം. പലപ്പോഴും ദൈവം തമ്പുരാൻ അതാണ് നോക്കുന്നത്. നിന്റെ ഫലമല്ല വിഷയം, നിന്റെ നിലനിൽപ്പാണ് വിഷയം. ദൈവം വിശ്വസ്തനാണ്. നിനക്ക് പരീക്ഷ നേരിടുന്നുവോ? അതോടുകൂടെ നീക്കുപോക്ക് തരുവാൻ ഈ കൂട്ടായ്മയിലേക്ക് വിളിച്ചോ. എന്റെ ദൈവം വിശ്വസ്തനാണ്. രാപ്പകലെന്ന് ഏറ്റുപറയൂ. പിശാചി യുദ്ധം നിർത്തി പോയിക്കളയും. നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, നമ്മളെല്ലാം ഷോർട്ട് മൈൻഡാ. പെട്ടെന്ന് കാര്യം നടക്കണം, ഇല്ലെങ്കിൽ പിന്നെ വലിച്ചെറിഞ്ഞേച്ചു പോകും. ചില മനുഷ്യരെ കണ്ടിട്ടില്ല. ചിലങ്ങനെ തിടുക്കമുള്ളവരുണ്ട്. 2 പേരൊരിക്കൽ ഭക്ഷണം കഴിക്കാൻ പോയിരുന്നു. ഭക്ഷണം കഴിക്കാൻ പോയിരുന്നപ്പോൾ ഒരുത്തൻ ഇരിക്കുകയാണ്. അപ്പൊ അടുത്തവനെ കണ്ടില്ല. ഭക്ഷണം വിളമ്പാൻ വന്ന ആൾ ചോദിച്ചു, അവനെവിടെ പോയടാ? ഓ, കൊതിയൻ ഇലയ്ക്ക് പോയിരിക്കുക, എനിക്കിഞ്ഞ് തറയെ തന്നേരുന്നതാ. അപ്പൊ ഇതാരാ? കൊതിയൻ ആരാ? അവൻ പറയാണ്, കൊതിയൻ ഇലവെട്ടാൻ പോയിരിക്കുക, എനിക്കിഞ്ഞ് തറയിലോട്ട് തന്നേക്കാൻ. അപ്പൊ ആരാണ് കൊതിയൻ? ഇലവെട്ടാൻ പോയവനാണോ തറയിലോട്ട് വിളമ്പിക്കോളാൻ പറയുന്നവനാണോ? അതുകൊണ്ട് നമ്മൾ ഈ തിടുക്കമൊന്നും പിടിക്കരുത്. ദൈവം തമ്പുരാൻ തന്റെ നീതി നിമിത്തം തക്ക സമയത്ത് നമ്മുടെ നിലനിൽപ്പ് നോക്കി ആദ്യം 2 മാങ്ങ, പിന്നെ 3 മാങ്ങ, പിന്നെ 5 മാങ്ങ, അങ്ങനെയൊക്കെയാണ്. പണ്ടേ കാലത്ത് അങ്ങനെ പാസ്റ്റർമാർ ട്രെയിനിങ് കാലത്തല്ലേ ആദ്യം 3 പേരുള്ള സഭ കൊടുക്കും. എന്നെ പാസ്റ്റർ എം പോളപ്പച്ചൻ 5 കൊല്ലം കറുകാച്ചാരി വെച്ച് 5.5 കൊല്ലം 15 വിശ്വാസികളൊന്നും ഓർത്ത്. പിന്നെ തൂണില്ലാത്തൊരു ഹോളായതുകൊണ്ട് സന്തോഷമുണ്ട്. കാര്യം ആരും ചാരിയിരിക്കത്തില്ല. 15 പേരെയും കൊണ്ട് 5.5 വർഷം ഇരിക്കുക. എന്നാലും ഞാൻ 2000 പേരോട് പ്രസംഗിക്കുന്ന പോലെ പ്രസംഗിക്കുന്നത്. പാസ്റ്റർ എന്നോട് പറഞ്ഞു, എന്തെങ്കിലും നീ മാറ്റം ചോദിക്കുമോന്ന് അറിയാൻ വെച്ചിരിക്കുകയാണ്. അതിലെ ഒരു 10 പേരും തമിഴ്നാട്ടിൽ നിന്ന് ജോലി തേടി വന്നവരാ. അവിടെ ഏതെങ്കിലും വെടിക്കെട്ടുള്ളപ്പോൾ അവരങ്ങ് പോകും. പിന്നെ ഒരു കുഞ്ഞോട്ടിച്ചാനും, ഒരു പാപ്പച്ചാനും, ഒരു വേവിച്ചാനും ഉണ്ട്. അത്രയും പേരേ ഉള്ളൂ. 4 പേര് കാണും. ഇപ്പോൾ ഓർമ്മയിൽ ഇരുന്നോളണം സഹോദരങ്ങളെ. ദൈവം തമ്പുരാൻ അങ്ങനെ സ്റ്റെപ്പായിട്ട് നമ്മളെ പൊക്കിക്കൊണ്ടുവരും. ദൈവം വിശ്വസ്തനാണ് കേട്ടോ. പരീക്ഷയോടുകൂടെ നീക്കുപോക്ക് തരുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. മേഘങ്ങൾ ഉള്ളിടത്തോളം കാലം രാവിലെ എഴുന്നേറ്റ് ആകാശത്തിലേക്ക് നോക്കിയിട്ടൊന്ന് പറയണം, മേഘങ്ങളെ, എൻ്റെ ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെ അടയാളമാണ് നീ. നിന്നെ കാണുമ്പോഴൊക്കെ ഞാൻ ഓർക്കുന്നു, പശ്ചാത്തപിക്കുന്ന ഭാവിയായ എൻ്റെ പാപം എൻ്റെ ദൈവം ക്ഷമിച്ചു തരും. ഏതെങ്കിലും ഒരു നാൾ എനിക്ക് പരീക്ഷ ഉണ്ടായാൽ അതോടുകൂടെ ദൈവം തമ്പുരാൻ എന്ത് ചെയ്യും? എനിക്ക് നീക്കുപോക്ക് തരും. ആ പരീക്ഷ ഇങ്ങനെ പൊതിഞ്ഞാ നമ്മുടെ കയ്യിൽ തരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, പൗലോസ്ലീഹായുടെ ടവൽ കൊണ്ടിട്ടാൽ സൗഖ്യം കിട്ടും, പക്ഷെ ഇങ്ങേർക്ക് സുഖമില്ല. അതാ അത്ഭുതം. ഇങ്ങേർക്ക് യാതൊരു സുഖമില്ല. അങ്ങേരുടെ ടവൽ കൊണ്ടിട്ടാൽ സൗഖ്യം കിട്ടും. സാത്താൻ രാപ്പകൽ കുത്തുകയാണ്. പക്ഷെ ആ ശൂലത്തിന്റെ മുറിവേറ്റ് തന്റെ പ്രാണൻ നോവാതിരിക്കാൻ ആ ശൂലത്തിന്റെ തുമ്പിൽ ദൈവം കൃപ കൊണ്ട് പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ കൃപ കൊണ്ട് പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്.
ദൈവത്തിന്റെ കൃപയും വിശ്വസ്തതയും കൂടെ ചേർന്നപ്പോൾ പരീക്ഷയിൽ നീക്കുപോക്കുണ്ടായി. പിൽക്കാലത്ത് താൻ എഴുതി, ഞാൻ മറ്റുള്ളവരെക്കാൾ അധികം കഷ്ടമനുഭവിച്ചു, അത് ഞാനല്ല, എന്നോടുകൂടെയുള്ള ദൈവത്തിന്റെ കൃപയത്രേ. ദൈവത്തിന്റെ കൃപയാലും വിശ്വസ്തതയാലും പരീക്ഷ നാളിൽ ദൈവം തമ്പുരാൻ നിനക്ക് നീക്കുപോക്ക് തരും. ഞാൻ പറഞ്ഞല്ലോ, ചില കാര്യമൊക്കെ ദൈവം തമ്പുരാൻ നമ്മുടെ ഫ്രണ്ട്സൊന്നുമല്ല, തോളത്ത് കൈയിട്ട് ചോദിക്കാൻ ഇന്നത് ചെയ്യാൻ പോവാന്ന് പറയാൻ നമ്മുടെ സെർവൻ്റ് ഒന്നുമല്ല. ദൈവം തമ്പുരാൻ ചിലപ്പോൾ മിണ്ടാതൊക്കെ ഇരുന്നിട്ട് ലാസ്റ്റ് ടൈമിലേ ചെയ്യത്തുള്ളൂ. അങ്ങനെയൊക്കെ ചെയ്യും. വെള്ളത്തിലോട്ട് എടുത്തിട്ടിട്ട് ഇവനെ ഇവിടെ കയറി പിടിക്കുന്നു നോക്കും, ആരെയാണ് ആശ്രയിക്കുന്നൊക്കെ നോക്കും. പൊക്കി എടുത്ത് നമ്മളെ അങ്ങ് പടുക്കുഴിയിലോട്ട് ഇട്ടിട്ട് ദൈവം മിണ്ടാതിരിക്കും. പിന്നെ എന്തോ ആരെയാ കയറി പിടിക്കുന്നത്, ആരെ പിടിച്ച് ആരുടെ കരങ്ങളാണ് അഭയം തേടുന്നതെന്ന് നോക്കും. ലാസ്റ്റ് പാതാളത്തിൽ താഴുമ്പോൾ ദൈവം തമ്പുരാൻ ഇറങ്ങി വന്ന് കയറി പിടിക്കും. കഴുകാൻ പറക്ക പഠിപ്പിക്കുന്ന അങ്ങനെയാണ്. ദൈവം തമ്പുരാൻ നമ്മളോടും അങ്ങനെ തന്നെ ചെയ്യും. ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ച് ചെങ്കടൽ കടത്തുകയാണ്. ഫറവോൻ രണ്ടു ഭാഗത്തും കൂറ്റൻ പാറക്കെട്ട്, ഇതാ മുമ്പിൽ തിരമാല അടിച്ചുയരുന്ന ഭയങ്കര ചെങ്കടൽ, പുറകിൽ ഫറവോനും സൈന്യവും. ഫറവോന്റെ ശബ്ദം ഇസ്രായേൽ കേട്ടു. എന്താ പറയുന്നത്? യഹോവേ, ശത്രു പറയുന്നു, ഞാൻ അവനെ പിന്തുടർന്ന് പിടിച്ച് എന്റെ കയ്യാൽ കൊള്ള പങ്കിടുമെന്ന് ശത്രു പറയുന്നു. ഫറവോന്റെ ശബ്ദം ജനത്തിന്റെ കാതിലെത്തി. രണ്ട് സൈഡിലും പാറക്കെട്ട്, മുൻപിൽ ഭയങ്കരമായ ഒരു ചെങ്കടൽ. എങ്ങനെ മുൻപോട്ട് പോകും? ദൈവം മോശയോട് പറയുന്നു, മുൻപോട്ട് പോകൂ, വ്യാകുലപ്പെടരുത്. വീണ്ടെടുക്കപ്പെട്ട ദൈവജനമേ, ഒറ്റ രാത്രി കൊണ്ടും മറുകര കടക്കുവാൻ തക്കവണ്ണം ഒരു വലിയ നാഷണൽ ഹൈവേ ദൈവം തമ്പുരാൻ ഈ സമുദ്രത്തിന്റെ അടിയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. പരീക്ഷയോടുകൂടെ നീക്കുപോക്ക് തരുവാൻ എന്റെ ദൈവം വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. ദൈവം തമ്പുരാന്റെ വിശ്വസ്തതയാണ് പരീക്ഷയുടെ നാളിൽ നമുക്ക് നീക്കുപോക്ക് തരുന്നത്. ഇല്ലെങ്കിൽ ആ നീക്കുപോക്കൊക്കെ ഇല്ലേ നമ്മൾ എന്നേ പൊളിച്ചടുക്കി തീർന്നു പോയേ. പരീക്ഷ തരുമെന്നേ ആ കൂട്ടത്തിൽ ദൈവം തമ്പുരാൻ പൊതിഞ്ഞ് നമ്മുടെ കയ്യിൽ തരുന്ന കൂട്ടത്തിൽ അങ്ങനെയാണ്, കൃപ കൊണ്ട് പൊതിയും. ഞാനൊരിക്കലും ചേത്തക്കലിരിക്കുമ്പോൾ റാന്നിയിൽ സെൻട്രൽ ചേത്തക്കൽ എന്ന് പറയുന്നൊരു വെയ്ത്തോമുണ്ട്. ആ വെയ്ത്തോമ വാതുക്കൽ ഇരിക്കുകയാണ്. പുറത്തിരുന്ന് ഞാനൊരു വൈകിയ വേളയിൽ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആ വെയ്ത്തോം വാതുക്കൽ ഒരു നല്ല ഉള്ളിച്ചാമ്പ നിപ്പുണ്ട്. ധാരാളം ചുമന്ന ചാമ്പങ്ങ ഇങ്ങനെ ഉണ്ടായി കിടക്കുകയാണ്. അപ്പൊ കുഞ്ഞുങ്ങൾ സ്കൂൾ വിട്ട് വരികയാണ്. അതിലൊരു വിദ്വാൻ ചോദിച്ചു, ചാമ്പയ്ക്ക പറിച്ചോട്ടെ? ഞാൻ പറഞ്ഞു, പറിച്ചോളാൻ പറഞ്ഞു. അവൻ ചാടി ചാമ്പ മരത്തെ കയറി. കുറെ കുഞ്ഞുങ്ങൾ ചുറ്റും നിൽക്കുകയാണ്. അവൻ കുരങ്ങനെ ഉരുത്തുന്ന പോലെ പിടിച്ച് മരം പിടിച്ച് 4 കുലുക്കി ഇതെല്ലാം കൂടെ വീഴാൻ തുടങ്ങി. കൊച്ചു കുഞ്ഞുങ്ങളല്ലേ, ഇട്ടേച്ച് പോകാനും വയ്യ. നല്ല ചുമപ്പ്, കണ്ണ് ഇങ്ങനെ മങ്ങുന്ന ചുമപ്പാണ്. ഞാനിവരെ വീക്ഷിച്ചുകൊണ്ടിരുന്നു. ഇവരാദ്യം ചോറ്റുപാത്രത്തിലും ബാഗിലും ഒക്കെ കുറെ പെറുക്കി, ഇട്ടേച്ച് പോകാൻ മനസ്സില്ല. അവസാനം പിന്നെ എന്ത് ചെയ്തു? കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ആദ്യം കുറെ കയ്യിൽ പെറുക്കി വെച്ചു. വീഴുന്നത് ഓടി പെറുക്കിയാണ്. എന്ത് ചെയ്യാനാ? ഒന്ന് പെറുക്കാൻ വന്നപ്പോ ഒന്നങ്ങ് പോവുക. കുനിഞ്ഞുമ്പോഴേ ഒരെണ്ണം ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഒരെണ്ണം ഇതിലേ അങ്ങ് പോവുക. ആ എടുത്ത താഴെ വീണത് തുണിയെ ചുറ്റിട്ട് അടുത്ത കുനിയുമ്പോൾ അടുത്തത് പോവുക. അപ്പൊ എന്നോട് ദൈവം തമ്പുരാൻ പറഞ്ഞെടാ, എത്ര ബാലൻസ് ചെയ്താലും ഇത്രയൊക്കെ നടക്കത്തുള്ളൂ. ഒന്ന് പിടിക്കുമ്പോൾ ഒന്ന് താഴെ പോവുക, അടുത്ത പിടിക്കുമ്പോൾ അടുത്ത താഴെ പോവുക. എനിക്ക് കുറെ നേരം കുഞ്ഞുങ്ങൾ അത് ചെയ്യുന്ന കണ്ടു. അതുങ്ങൾക്ക് ഇട്ടേച്ച് പോകാനും വയ്യ. ബാഗിലും ചോറ്റുപാത്രത്തിലും ഒക്കെ നിറച്ചു, എന്നാലും ഇട്ടേച്ച് പോകാൻ വയ്യാത്തത് കൊണ്ട് കുനിഞ്ഞൊന്നെടുക്കുമ്പോൾ ഒന്ന് പോവുക. ഞാൻ ഉടനെ അകത്ത് പോയി മലയാള മനോരമ കീറിക്കൊണ്ടുവന്ന് കുമ്പിൾ കുത്തി അതിനകത്ത് പെറുക്കി ഇട്ട് കൊടുത്തു. ആത്മാവെന്നോട് പറഞ്ഞു, പരീക്ഷയോടുകൂടെ നീക്കുപോക്ക് ദൈവം ഇങ്ങനെ തരും. പരീക്ഷ മാത്രമല്ല, അതിനോടൊപ്പം ഒരു നീക്കുപോക്കുണ്ട്. ഇന്ന് നീ എന്തു പരീക്ഷയിൽ പോയാലും ആ ദുഷ്ടന്റെ അമ്പ് നിന്റെ മേൽ, ആ ദുഷ്ടന്റെ ശൂലം നിന്റെ പ്രാണനെ തൊടത്തില്ല. എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നു? ഈ മേഘം സാക്ഷ്യമാണ്. ഈ പ്രതിസന്ധിയിൽ, ഈ പരീക്ഷയിൽ ദുഷ്ടന്റെ ആ ശൂലം എന്റെ പ്രാണനെ തൊടത്തില്ല. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? അവരെന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ട്, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവന്റെ വിശ്വസ്തത മേഘങ്ങളോളം എത്തിച്ചേരും. ഈ പരീക്ഷയോടുകൂടെ, ഈ അനർത്ഥത്തോടുകൂടെ, ഈ കഷ്ടത്തോടുകൂടെ എന്റെ ദൈവം എനിക്ക് നീക്കുപോക്ക് കൽപ്പിച്ചിരിക്കുന്നു. ശക്തിയായിട്ടൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ വിശ്വസ്തതയുടെ 3ാമത്തെ സ്റ്റെപ്പാണ് നാം ചിന്തിച്ചത്. പരീക്ഷയോടുകൂടെ നമുക്ക് നീക്കുപോക്ക് തരും. എന്ത് പരീക്ഷ നേരിട്ടാലും, കഴിഞ്ഞകാല പിതാക്കന്മാരെയൊക്കെ കണ്ടിട്ടില്ലേ? ഭയങ്കര പരീക്ഷയിൽ കൂടെ അവർ പോയി, വേദനകളിൽ കൂടെയൊക്കെ അവർ പോയി, ദാരിദ്ര്യത്തിൽ കൂടെയൊക്കെ പോയി. ചില വിശുദ്ധന്മാരെയൊക്കെ കഷ്ടത കേട്ടാൽ നമ്മുടെ ഉള്ള ഉരുകിപ്പോകും. നമുക്കിപ്പോ ഒരു 10 അടി ദൂരം നടക്കാനുള്ള ശേഷി നമുക്കില്ല. നടന്നാൽ നമ്മൾ വീഴും.
അതിനുള്ള ഒരു ആരോഗ്യമേ നമുക്ക് ഇന്നുള്ളൂ. സാഹചര്യം നമ്മളെ അങ്ങനെയാക്കി. നമുക്കിടയിൽ ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു, MJ മാത്യു അപ്പച്ചൻ. നിങ്ങൾക്ക് പരിചയമുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. അപ്പച്ചന് പരിചയമുണ്ടല്ലേ? MJ മാത്യു അപ്പച്ചൻ. താനൊരിക്കലൊരു സംഭവം എന്നോട് പറഞ്ഞു. അദ്ദേഹം ഒരു നാൾ മദ്രാസ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കോട്ടയം റെയിൽവേ സ്റ്റേഷൻ വരെ റെയിൽവേ ട്രാക്കിൽ കൂടെ നടന്ന കാര്യം കേൾക്കുമ്പോൾ നമുക്ക് അമ്പരപ്പ് തോന്നും. ഗിന്നസ് ബുക്കിൽ എഴുതേണ്ടതാ അല്ലേ? ഒരു വിശേഷവേലക്കാരുടെ മീറ്റിങ്ങിന് ഞാൻ പോയിരുന്നപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഒരു തടിപ്പെട്ടിയും എടുത്തുകൊണ്ട് മദ്രാസ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രാക്ക് തെറ്റാതെ ദിനങ്ങൾ നടന്ന് റെയിൽവേ സ്റ്റേഷനുകളിൽ കിടന്ന് യാത്ര ചെയ്തു വന്നു. യാത്രമധ്യേ ഉപദേശിയെ കണ്ട് റെയിൽവേ പണിക്കാരൊരു ചോറും പൊതി കൊടുത്തു. വരുന്ന വഴിയിൽ ഒരു പച്ചപ്പഴവും ഒരു കുപ്പി വെള്ളവും കിട്ടി. ഇത് ഭക്ഷിച്ചുകൊണ്ട് ഇത്രയും ദൂരം നടന്നെന്നാ. നമ്മളൊന്ന് ഓർത്തു നോക്കിക്കേ. ആ പരീക്ഷയുടെ നാളിൽ അവരെ താങ്ങിയത് ദൈവത്തിന്റെ കൃപയാണ്. പട്ടിണി, കഷ്ടത, നഗ്നത, ആപത്ത്, വാള്, മാനം, അപമാനം, സൽകീർത്തി, ദുഷ്കീർത്തി, അങ്ങനെ അനർത്ഥങ്ങളുടെ ഘോഷയാത്ര പ്രാണനെ പിൻഗമിച്ചപ്പോഴും അവർ വ്യാകുലപ്പെടാതിരുന്നതിന്റെ പിന്നിൽ ദൈവം തമ്പുരാന്റെ കൃപയും വിശ്വസ്തതയുമാണ്. നന്നായി അറിയുക, നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. മേഘങ്ങൾ അതിനടയാളമാണ്. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ദൈവവിശ്വസ്തതയുടെ മറ്റൊരു ഭാഗം നമുക്ക് കാണാം. 119 സങ്കീർത്തനത്തിൽ ഭക്തൻ പാടിയിരിക്കുകയാണ്, ദൈവം തമ്പുരാനെ നിന്റെ വിശ്വസ്തത കൊണ്ടാണ് നീ എന്നെ താഴ്ത്തിയത്. അത് നമുക്ക് വായിക്കുമ്പോൾ ഗ്രഹിക്കാൻ ഒരു അല്പ ബുദ്ധിമുട്ട് തോന്നും. 119:75 യഹോവേ നിന്റെ വിധികൾ നീതിയുള്ളവയെന്നും യഹോവേ നിന്റെ വിധികൾ നീതിയുള്ളവയെന്നും വിശ്വസ്തയോടെ നീ എന്നെ താഴ്ത്തിയിരിക്കുന്നു. വിശ്വസ്തയോടെ നീ എന്നെ താഴ്ത്തി. ദൈവം തമ്പുരാന്റെ വിശ്വസ്തതയുടെ അടയാളമാണ് നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിന്റെ താഴ്ച. പിശാചിന്റെ പോരാട്ടമെന്നൊക്കെ നമ്മൾ പറയും. ഒരു ഭാഗത്ത് അതുണ്ട്. എങ്കിൽ പോലും ദൈവ പൈതലേ, നമ്മുടെ താഴ്ചയുടെ ഒക്കെ പിന്നിൽ ദൈവത്തിന്റെ വിശ്വസ്തതയുണ്ട്. ഒന്നുകൂടെ വായിച്ചാട്ടെ. യഹോവേ നിന്റെ വിധികളെല്ലാം നീതിയുള്ളവയാണ്. യഹോവേ നിന്റെ വിധികൾ നീതിയുള്ളവയെന്നും യഹോവേ നിന്റെ വിധികൾ നീതിയുള്ളവയല്ലയോ? അടുത്തത് വിശ്വസ്തയോടെ നീ എന്നെ താഴ്ത്തിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ താഴ്ച വന്നപ്പോൾ അതിന്റെ പിന്നിൽ എന്തുണ്ടായിരുന്നു സഹോദരങ്ങളെ? ദൈവത്തിന്റെ വിശ്വസ്തത ഉണ്ടായിരുന്നു. ഭൂമിയിൽ ആരും നമുക്കൊരു ദോഷമൊന്നും ചെയ്തിട്ടില്ല. ആർക്കും ഒരു ദോഷവും ചെയ്യാനും ഒക്കത്തില്ല. നന്നായിട്ട് അറിഞ്ഞാട്ട്, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാരെ, ഞങ്ങളുടെ ജീവിതത്തിൽ വരുന്ന താഴ്ചകളൊക്കെ ദൈവത്തിന്റെ വിശ്വസ്തത കൊണ്ടാണ്. നമ്മൾ ചില പദ്ധതികളൊക്കെ ഒരുക്കി വയ്ക്കും. പക്ഷെ ദൈവം തമ്പുരാൻ അതെല്ലാം കൂടെ വാരി തറയിലോട്ടടിച്ച് പൊടിയാക്കി നമ്മുടെ കയ്യിൽ തരും. മനോഹരമായൊരു മൺപാത്രം ഉടച്ച് കൊട്ടയ്ക്കകത്ത് പെറുക്കി തരുന്ന പോലെ നിങ്ങളുടെ പദ്ധതി ദൈവം തമ്പുരാൻ ഉടച്ചു തരുന്ന കണ്ടിട്ടില്ലേ? ചിലർ വലിയ പദ്ധതികളൊക്കെ ഉണ്ടാക്കും അല്ലെ? പണ്ടൊരു ഭക്തനെ ഒരു ലോട്ടറി എടുത്തിട്ട് എൻ്റെ ഇരിക്കെ പ്രാർത്ഥിക്കാൻ വന്നു. ഓണം ബമ്പർ ലോട്ടറി എടുത്തിട്ട് പ്രാർത്ഥിക്കാൻ വന്നിരിക്കുക. എന്നിട്ട് എന്നോട് എല്ലാ കാര്യവും പറയാം. അടിച്ചു കിട്ടിയാൽ 100 പാസിക്ക് ഇത്ര രൂപ കൊടുക്കാം, കൊച്ചു പാസിക്ക് ഇത്ര രൂപ കൊടുക്കാം, ലോക്കൽ വെയ്ത്തോമിൽ ഇത്ര രൂപ കൊടുക്കാം, എല്ലാം പ്രാർത്ഥിച്ചു. പാസ്റ്റപ്പച്ചനൊന്ന് പ്രാർത്ഥിച്ചാൽ അടിക്കുമെന്നാണ് അവന്റെ വിശ്വാസം. അപ്പൊ എൻ്റെ ഇരിക്കൊണ്ട് തന്നിരിക്കുക. കാശ് കൊടുത്ത് മേടിച്ചത് ഞാൻ കീറിയില്ല. ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ ഭൂമി ഉള്ളിടത്തോളം കാലം ഇത് അടിക്കരുത്, ഒരു കാരണവശാലും ഇവൻ ഈ ലോട്ടറി അടിക്കരുത്. രണ്ടാമത് ഈ പിശാചിന് ഇവനെ ഒന്ന് വിടുവിക്കണം. അധ്വാനിച്ചെങ്ങനെങ്കിലും ഉണ്ടാക്കണമെന്നല്ല. ദൈവമക്കൾ ലോട്ടറി എടുക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല കേട്ടോ. വേണമെങ്കിൽ എടുത്തോ, പാവപ്പെട്ടവൻ അവന് 10 രൂപ കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ, നിങ്ങളുടെ ആയുസിൽ അടിക്കാൻ പോകുന്നില്ല, അത് വേറെ കാര്യമാണ്. അവളത് ഓർമ്മയിൽ സൂക്ഷിക്കൂ. ചില പദ്ധതികളൊക്കെ നമ്മളെടുക്കും, പക്ഷെ ദൈവം തമ്പുരാൻ കണ്ടിട്ടില്ലേ, ഉടച്ച് വാരി കൊട്ടയിലാക്കി തരും. അതാ നമ്മൾ വലിയ പദ്ധതികളൊക്കെ ഉണ്ടാക്കി വെച്ച് ദൈവത്തെ സാക്ഷി നിർത്തി തീരുമാനമെടുത്ത് പ്രാർത്ഥിച്ചൊക്കെ തുടങ്ങും. തമ്പുരാൻ 3-ാം ദിവസം കീറി കൊട്ടയിലാക്കി കൈ തരും. കാര്യം ഇവൻ ഈ പോക്ക് പോയാൽ ഇവന്റെ കാലടി വഴുവെന്നറിയാം. അതുകൊണ്ടാ പറഞ്ഞ, ഹോവേ നിന്റെ വിധികളെല്ലാം നീതിയുള്ളവയല്ലയോ? അടുത്തത്, നിന്റെ വിശ്വസ്തത കൊണ്ടാണ് നീ എന്നെ താഴ്ത്തിയത്. കഴിഞ്ഞ കാല ജീവിതത്തിലെ താഴ്ച എങ്ങനെ സംഭവിച്ചതാണ്? ആരെങ്കിലും യുദ്ധം ചെയ്തതാണോ? ആരെങ്കിലും ദോഷം ചെയ്തതാണോ? അല്ല കർത്താവേ, ആ താഴ്ച നിന്റെ വിശ്വസ്തതയാണ്. നീ എന്നെ അന്ന് താഴ്ത്തിയത് കൊണ്ട് ഇന്ന് ഞാൻ കൃപയിൽ നിലനിൽക്കുന്നു. അന്ന് ആ താഴ്ച വരുത്തിയത് കൊണ്ട് ഇന്ന് ഞാൻ ആത്മീയനായിരിക്കുന്നു. അന്ന് ആ തകർച്ചയും ദുഃഖങ്ങളും വന്നതുകൊണ്ട് ഇന്ന് നിന്നെ വിട്ടുപോകാതെ ഞാൻ നിന്നോടൊപ്പം ആയിരിക്കുന്നു. എത്ര ദൈവമക്കൾക്ക് പറയാനൊക്കും? സാത്താൻ ഒരു ചുക്കും ചെയ്തിട്ടില്ല. അവന് നിന്റെ തലയിലെ തലമുടിനാരെ തൊടാനൊക്കത്തില്ല. അവൻ നിന്റെ കോമ്പൗണ്ടിൽ കൂടെ പോകത്തില്ല. നിന്റെ താഴ്ചയുടെ പിന്നിൽ ദൈവം തമ്പുരാന്റെ വിശ്വസ്തതയുണ്ട്.
എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നു എന്റെ തലമുടി നാരെ തൊടാൻ സാത്താന് സാധ്യമല്ല? എന്റെ ജീവിതത്തിൽ നേരിട്ട താഴ്ചകളും ദുഃഖങ്ങളും മുറിവുകളും വേദനകളും ദാരിദ്ര്യങ്ങളും എന്റെ ദൈവത്തിന്റെ വിശ്വസ്തതയാണ്. വിശ്വസിക്കുന്നവർ കാര്യങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ട് വിശ്വാസത്തോടെ ആ വചനം ഒന്ന് ഏറ്റു പറഞ്ഞാട്ട്, സാത്താൻ എന്നോട് ഒരു ദോഷവും ചെയ്തിട്ടില്ല, ഇന്ന് ഞാൻ പോകുന്ന വഴികളുടെ പിന്നിൽ എന്റെ ദൈവത്തിന്റെ വിശ്വസ്തതയുണ്ട്. കർത്താവേ, നിന്റെ വിശ്വസ്തതയാണ് എന്നെ താഴ്ത്തിയത്, നിന്റെ വിശ്വസ്തതയാണ് ഈ മുറിപ്പാടുകൾ എനിക്ക് വരുത്തിയത്. പിശാചി ലജ്ജിക്കട്ടെ, സാത്താന്റെ പോരാട്ടം നിർത്തി അവൻ പോകട്ടെ. ദോഷമായിട്ടൊന്നും എന്റെ ദൈവം എന്നോട് ചെയ്തിട്ടില്ല. എന്റെ ദൈവം എന്നെ അടിച്ചാലും അതെന്റെ നന്മയ്ക്കാണ്. വിശ്വസിച്ചുകൊണ്ട് ശക്തിയായിട്ടൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പം ദൈവം തമ്പുരാൻ തന്റെ വിശ്വസ്തത കൊണ്ടൊക്കെ നമ്മളെ താഴ്ത്തും. എത്രയോ സാഹചര്യങ്ങളിൽ നമ്മളെ താഴ്ത്തിക്കൊണ്ടല്ലേ നമ്മൾ ദൈവകൃപയിൽ നിൽക്കുന്നത്. ദൈവം തമ്പുരാൻ അങ്ങനെ ചെയ്യത്തുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഒരു വൃക്ഷം വെക്കുമ്പോൾ പോലും വൃക്ഷത്തിന്റെ ആദ്യത്തെ നോട്ടം എന്താണ്? വെക്കുന്ന എന്താണ്? വൃക്ഷം നിലനിൽക്കണം. വൃക്ഷത്തിന്റെ നിലനിൽപ്പാണ്. അത് ആഴത്തിൽ തായ്വേരുകൾ ഇറങ്ങണം. അതിന് ശേഷമേ ഫലമുള്ളൂ. മാനുഷ്യ ചിന്തയിൽ വീക്ഷിക്കുമ്പോൾ ആദ്യം ഫലമാണ്. അതുകൊണ്ടല്ലേ കണ്ടില്ലേ, പൊട്ടിക്കിളുത്ത് വന്ന് 3-ാം ദിവസം വാടിപ്പോയി. അതല്ല നമ്മുടെ ജീവിതം. ആ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും അടുത്തത് തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന വൃക്ഷമാണ്. ആ സീസണിൽ കായ്ച്ചുകൊള്ളും. ദൈവം വിശ്വസ്തനാണ്. ആടുകളുടെ വലിയിടയനായ യേശുക്രിസ്തുവിനെ മരിച്ചവർക്കിടയിൽ നിന്ന് മടക്കി വരുത്തിയ പിതാവായ ദൈവം അവനെ കൊണ്ട് നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ചെയ്യിച്ചുകൊള്ളും. അപ്പൊ ദൈവം വിശ്വസ്തനാണ്. അവന്റെ വിശ്വസ്തതയാൽ നമുക്ക് താഴ്ച വന്നു. എത്രയോ ദൈവമക്കൾ ചില കാര്യമൊക്കെ ദൈവം തമ്പുരാൻ വെക്കും. നമുക്കിടയിൽ ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു, പാസ്റ്റർ ഫിലിപ്പിയാണ്ടപ്പിള്ളെ അപ്പച്ചൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഡെപ്യൂട്ടി ചീഫ് പാസ്റ്റർ ആയിരുന്നു, മരിച്ചുപോയി. തൻ്റെ അപ്പച്ചനോടുകൂടെ ഒരു 5 വയസ്സ് പ്രായമുള്ളപ്പോൾ നിരണത്തു നിന്ന് സുവിശേഷ വലയിൽ വന്നതാണ്. അദ്ദേഹത്തിന്റെ സിസ്റ്റേഴ്സൊക്കെ നമ്മുടെ ഉണ്ടായിരുന്നു. കുറെ കാലം താൻ അടയാറിലായിരുന്നു. അന്ന് പാസ്റ്റർ AC തോമസിന്റെയും പാസ്റ്റർ M ഡാനിയേലിന്റെയും പാസ്റ്റർ ഫ്രെഡിയുടെയും ഒക്കെ കാർ ഓടിക്കുന്ന ജോലിയാ. ഇന്ന് കാറ് കേടായാല് നമ്മൾ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകും. അന്നതിന് അനുവാദമില്ല. വിശ്വാസ വീട്ടിൽ കാർ ആരെ ഓടിക്കുന്നു അവൻ കാറ് നന്നാക്കിക്കൊള്ളണം. ഇതൊക്കെയുള്ള റൂളുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഫിലിപ്പിയാണ്ടപ്പിള്ളയോടൊപ്പം ഉണ്ടായിരുന്ന പലരും ലോക്കൽ സഭകളിലൊക്കെ പോയി. ഇദ്ദേഹം നല്ല പ്രാസംഗികനാ, നല്ല ഇംഗ്ലീഷാ, പടപടപടാന്ന് പ്രസംഗിക്കും. പക്ഷെ ഒന്നിനും തന്നെ അടുപ്പിക്കത്തില്ല. തന്റെ മനസ്സങ്ങ് വ്യാകുലപ്പെട്ടു പോയി. തന്നെ അറിയുന്നവരാരുമില്ല. കാലങ്ങൾ പലത് കടന്നുപോയി. ചില നാളുകൾക്ക് ശേഷം തന്നോടൊപ്പമുള്ള പലരും ലോക്കൽ സഭകളിലൊക്കെ പോയി മീറ്റിംഗ് സഭകൾ നടത്തുകയാണ്. തന്നെ ഒരു മൂലയിൽ ഇട്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുമ്പോൾ പാസ്റ്റർ AC തോമസും M ഡാനിയേലും G തോമസും ഫ്രെഡിയും എല്ലാം കൂടെ നിന്ന് ഫോട്ടോയ്ക്കൊരിക്കൽ പോസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. പാസ്റ്റർമാരെല്ലാം ഇങ്ങനെ നിൽക്കുക നിരനിരയാ. അപ്പൊ ഫിലിപ്പിയാണ്ടപ്പിള്ള പാസ്റ്റർക്ക് നീളം കുറവാ. അദ്ദേഹം ഭയങ്കര മിടുക്കനാ. അദ്ദേഹം തീരി പാസ്റ്റർമാരെല്ലാം കൂടെ നിരന്നിന്നപ്പോൾ പുറകിൽ പോയി നിന്നു. ക്യാമറക്കാരൻ പഴയ ക്യാമറയല്ലേ, ക്യാമറയൊക്കെ പിടിച്ച് റെഡിയായിട്ടൊന്ന് നിന്നേന്ന് പറഞ്ഞ് അങ്ങോട്ട് ക്ലിക്ക് ചെയ്യുകയും ഫിലിപ്പിയാണ്ടപ്പിള്ള ഒറ്റ ചാട്ടം ചാടുകയും ചെയ്യും. അപ്പൊ ഇത്രയും പാസ്റ്റർമാരുടെ തലക്കടയിൽ മേളിൽ കയറി നിൽക്കുന്ന ആരുടെ തലയാ? ഫിലിപ്പിന്റെ തലയാ. ഫോട്ടോ കിട്ടിയപ്പം പാസ്റ്റർമാർ ചോദിച്ചു, ഇതെങ്ങനെ വന്നടാ? കൊച്ചുമിടുക്കനെ പുറകെ ഒറ്റ ചാട്ടം ചാടി. കറക്റ്റ് ഫോട്ടോ കിട്ടിയ പാസ്റ്റർമാരെടുത്തിട്ട് കുടഞ്ഞു കളഞ്ഞു. തനിക്ക് ഭയങ്കര പ്രയാസം തോന്നി, ഭയങ്കര മാനസിക സംഘർഷം തോന്നി. അപ്പോൾ താനെന്ത് ചെയ്തൊരു നിരാശനായി അടയാറിലൊരു വൃക്ഷച്ചോട്ടിലിരിക്കുകയാണ്. കാറൊക്കെയോ പണിത ശേഷമേ ആ ടൂൾസ് എല്ലാം പൊതിഞ്ഞു വെച്ച് വൃക്ഷച്ചോട്ടിലിരിക്കുകയാണ്. പെട്ടെന്ന് താനും ഉറങ്ങിപ്പോയപ്പോൾ ഒരു ദർശനം കണ്ടു. പാസ്റ്റർ ഫ്രെഡി തന്റെ അടുക്കൽ വരും. തന്നോട് ചോദിച്ചു, ഫിലിപ്പേ നീ എന്ത് ചെയ്യുകയാണ്? ഞാനപ്പച്ച കാറിന് ഇച്ചിരി കേടുണ്ടായിരുന്നു, അത് നന്നാക്കുകയായിരുന്നു. ഇതെന്താടാന്ന് ചോദിച്ചു. ഇത് കാറ് പണിയുന്ന ടൂൾസാണ്. ഇതെന്താ നീ ചെയ്തത്? ഇത് ഇനി മഴക്കാലം വരാൻ പോവുകയാണ്, ഞാനതുകൊണ്ട് ഇതൊക്കെ ഗ്രീസ് തേച്ച് ഇത് ബാഗിനകത്ത് വെച്ചിരിക്കുകയാണ്. ഇനി ആവശ്യമുള്ളപ്പോൾ എടുത്താൽ പോരെ, അതുവരെ തുരുമ്പിക്കാതിരിക്കട്ടെ. ദർശനത്തിൽ ആ പാസ്റ്റർ തോളത്ത് കൊട്ടിട്ട് പറഞ്ഞു, ഫിലിപ്പേ നീയും തുരുമ്പിക്കാതെ ഗ്രീസ് ഇട്ട് ഞാൻ വെച്ചിരിക്കുകയാണ്. ആവശ്യമുള്ളപ്പോൾ ഞാൻ എടുത്തോളാം. ആവശ്യമുള്ളപ്പോൾ നിന്നെ ഞാൻ ടൂൾസ് ആവശ്യമുള്ളപ്പോൾ എടുത്തോളാം. ഓർമ്മയിലൊന്ന് വെക്കൂ, അടുത്ത ട്രാൻസ്ഫർ കിട്ടിയത് ഡൽഹി സെൻട്രൽ പാസ്റ്ററായിട്ടാണ്. പിന്നീട് താൻ ഡെപ്യൂട്ടി ചീഫ് പാസ്റ്ററായി. ദൈവം വിശ്വസ്തനാണ്. നിന്റെ താഴ്ചയ്ക്ക് പിന്നിൽ ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. അവൻ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. തക്ക സമയത്ത് ഉയർത്തും. എത്ര പേര് വിശ്വസിക്കുന്നു? സാത്താനൊന്നും നമ്മളോടൊന്നും ചെയ്യത്തില്ല ദൈവമക്കളെ. നമ്മൾ പോകുന്ന വഴികൾ ദൈവത്തിൻ്റെതാണ്. കഷ്ടതയും പട്ടിണിയും നഗ്നതയും ആപത്തും വാളും ഇതിന്റെ എല്ലാം പിന്നിലൊരു നന്മയുണ്ട്.
ഒരു നാൾ ഞാൻ പ്രയോജനപ്പെടേണ്ടതിന് ഇപ്പോൾ എന്നെ പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്. നിന്റെ പദ്ധതികളല്ല ദൈവത്തിന്റെ പദ്ധതികൾ. നിന്റെ പദ്ധതി പ്രകാരം ദൈവം തമ്പുരാൻ നിന്നെ വിട്ടാൽ ഒടുവിൽ നിന്റെ കാലടി വഴുതി പോകും. അതുകൊണ്ടൊക്കെയാ ദൈവം അങ്ങനെ ചെയ്യുന്നത്. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. എൻ്റെ ഒരു സ്നേഹിതൻ ഒരിക്കലൊരു കഥ എനിക്ക് പറഞ്ഞു. 2 ജ്യേഷ്ഠാനിയന്മാര് ചേർന്ന് ഒരു വലിയ കെട്ടിടത്തിന്റെ മേലൊരു ചിത്രം വരയ്ക്കുക. വളരെ പൊക്കമുള്ള വലിയൊരു കെട്ടിടത്തിന്റെ മേളിലെ ഒരു ബോർഡ് വരയ്ക്കുക. അപ്പൊ ചേട്ടനും അനിയനും കൂടെ ബോർഡ് വരയ്ക്കാൻ കയറി. അനിയൻ ബഹുമിടുക്കനാ, ചേട്ടൻ അത്രയും മിടുക്കനല്ല. അവർ രണ്ടായിട്ട് ബോർഡ് ഡിവൈഡ് ചെയ്ത് ലൈനിട്ട് പടം വരച്ചു. ഈ മൂത്തവൻ പതുക്കെ ബ്രഷൊക്കെ മുക്കി വരച്ച് ഇങ്ങനെ വരുന്നതേ ഉള്ളൂ. കൊച്ചു പയ്യൻ ബഹുമിടുക്കനാവും, പെട്ടെന്ന് അങ്ങ് വരച്ചു തീർത്ത ശേഷം ആ വലിയ മുളക്കമ്പുകളിൽ താഴെ ഇറങ്ങി. അതിനുശേഷം കൈപുറയിലോട്ട് കെട്ടി. നമ്മളാണെങ്കിലും എന്തെന്നുണ്ടാക്കിയാലും അതൊന്ന് കണ്ടാസ്വദിക്കുന്ന പ്രവണത നമുക്കുണ്ടല്ലോ, ഇല്ലേ? ഇതുപോലെ താനുണ്ടാക്കി ആ വരച്ച ചിത്രം കണ്ട് ആസ്വദിക്കാൻ തുടങ്ങി. അതേലിങ്ങനെ നോക്കി 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 പുറമ്പോട്ട് നടക്കാൻ തുടങ്ങി. പുറകിലേക്ക് നടന്ന് പെട്ടെന്ന് ജ്യേഷ്ഠൻ തിരിഞ്ഞു നോക്കി. ഇവൻ ഈ പടം കണ്ട് ആസ്വദിച്ച് പുറകോട്ട് പോവുകയാണ്. ചേട്ടൻ എന്തെന്നറിയാമോ? അടുത്തിരുന്ന പെയിന്റ് പാത്രം എടുത്ത് ഒറ്റ ഒഴിയങ്ങൊഴി. ഇവന് സഹിച്ചില്ല. അവൻ അവിടെ നിന്ന് മുമ്പോട്ട് ഓടി. എടാ ദുഷ്ടാ, ഞാൻ വെയിൽ കൊണ്ട് ഇത്രയും നേരം കഷ്ടപ്പെട്ട് വരച്ചുണ്ടാക്കിയ പടം നീ ഇങ്ങനെ ചെയ്തോടാന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞെന്നറിയാവോ? നിന്റെ ഈ പടമല്ല വലുത്, നിന്റെ ജീവനാണ് വലുത്. നീ 2 അടി കൂടെ പുറമോട്ട് വെച്ചാൽ ഈ കെട്ടിടത്തിൽ നിന്ന് നീ തലകുത്തി താഴോട്ട് വീഴാൻ പോകുകയാണ്. 2 അടി നീ പുറകിലേക്ക് വെച്ചാൽ ഈ കെട്ടിടത്തിൽ നീ തലകുത്തി താഴെ വീണ് എന്നേക്കുമായി മരിക്കാൻ പോകുകയാണ്. പടമല്ല വലുത്, നീ എൻ്റെ അനുജനാണ്, നിന്റെ ജീവനാണ് എനിക്ക് വലുത്. പ്രിയ ദൈവവൈതലേ, നീ വരച്ച പല പടത്തിലും ദൈവം തമ്പുരാൻ ചായം കോരി ഒഴിച്ചിട്ടുണ്ടോ? ഉണ്ടോ? പലരും വലിയ വരച്ചു കണ്ടീഷനാക്കിയിരിക്കുമ്പോൾ തമ്പുരാൻ കോരി ഒഴിക്കും. കോരി ഒഴിക്കുന്ന വേറൊന്നുമല്ല, നിന്നെ അങ്ങനെ അങ്ങോട്ട് വിട്ടാലേ നരകത്തിൽ പ്രത്യേക മുറി നിനക്ക് പണിയേണ്ടി വരും. യേശു രക്തം കൊടുത്ത് മേടിച്ചതല്ലേ. അപ്പൊ ദൈവം തമ്പുരാൻ അതൊക്കെ ചെയ്യും. വലിയ ബലമൊന്നും പിടിക്കാൻ പോരുത് കേട്ടോ. ബലം പിടിച്ചാൽ ദൈവം തമ്പുരാൻ കൊണ്ടുപോകും. വഴിയിലൊന്നും ഇട്ടേച്ച് പോവുകയല്ല. വഴിയിൽ ഇട്ടേച്ച് പോയാൽ ബൈബിൾ അബദ്ധമായി പോകത്തില്ലേ? ഞാൻ പഠിക്കുന്ന കാലത്ത് എൻ്റെ വീടിനടുത്ത് കാരക്കല് ഒരു കൊച്ചുകുഞ്ഞാണുള്ളൂ. കൊച്ചുകുഞ്ഞെന്നാ പുള്ളിയുടെ പേര്. പുള്ളിക്ക് കശാപ്പാ ജോലി. പുള്ളി ആന്ധ്രയിൽ നിന്നൊക്കെ മാടിനെ അടിച്ചോണ്ട് വരും കൂട്ടത്തോടെ. യേശു ജനിക്കുമ്പോഴും യേശു മരിക്കുമ്പോഴും ഉയർക്കുമ്പോഴെല്ലാം കച്ചവടമുണ്ട്. നമ്മുടെ കാരക്ക പെയ്ത്തവൻ്റെ അടുക്കലാണത്. അവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ അറക്കാൻ കൊണ്ടുവരും, കൂട്ടത്തോടെ അടിച്ചോണ്ട് വരും. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ ഗ്രാമീണ കൊയ്ത്ത് കഴിഞ്ഞിട്ടേ മഴ പെയ്ത ഉടനെ ഈ ഞാറ് കിളുക്കും. ഞാറ് കിളുത്താൽ നല്ല പച്ചപ്പുല്ല. കൂട്ടത്തോടെ മാടിനെ അടിച്ചോണ്ട് വരിക. വരുന്ന കൂട്ടത്തിൽ ഈ മാടെല്ലാം കൂടി പാടത്തോട്ടങ്ങ് ഇറങ്ങിയ ശേഷം എന്ത് ചെയ്യുന്നറിയാമോ? കുറെ നേരം തിന്നിട്ട്, ഇതൊരു തമിഴ്നാട്ടിൽ നിന്ന് അയ്യായിക്ക് അങ്ങ് പോകണ്ടേ, യുവമാരെ അടിച്ച് കയറ്റിയിട്ട് കുറെ കയറി ഒരുത്തനും ഒറ്റ കിടപ്പം കിടന്നു. എങ്ങനെ നോക്കിയിട്ട് ഇവൻ എഴുന്നേക്കത്തില്ല. കളിച്ചോണ്ടിരുന്ന പിള്ളേർ പോയി പന്ത് വെച്ച് എറിഞ്ഞു നോക്കുന്നു. അയാൾ വാല് പിടിച്ചോടിച്ച് നോക്കുന്നു. നീ എന്നാ ചെയ്താലും ഞാൻ എഴുന്നേക്കത്തിലുള്ളതെന്ന് പറഞ്ഞു കേൾക്കും. നമ്മുടെ ചില ആളുകളൊക്കെ ഉണ്ടല്ലേ, പണി കഴിഞ്ഞാൽ ഒറ്റ കിടപ്പ. പിന്നെ കട്ടിലിന്റെ ആണി ഊരിപ്പോകാതെ എഴുന്നേക്കാത്തവരുണ്ട്. കട്ടിലിന്റെ ആണി തുരുമ്പ് പിടിച്ച് വീഴുന്നത് വരെ കണ്ടില്ലേ? അങ്ങനെയുള്ളവരുണ്ട്. ഒറ്റ കിടപ്പ. ഈ ഒറ്റ കിടപ്പ് കിടന്നു. ഇയാൾ ഒത്തിരി നേരം ആലോചിച്ച്. ഞാൻ കൊച്ചു പയ്യനെ, അപ്പൊ ഞാൻ കാണുക. അങ്ങോട്ട് എത്ര നോക്കിയിട്ട് എഴുന്നേക്കത്തില്ലെന്ന് കണ്ടപ്പോ അങ്ങോട്ട് ചെന്നിട്ട് അവിടുത്തെ അടുത്ത പച്ചമുളക് കടയിൽ നിന്ന് ഒരു 100 ഗ്രാം മുളക് ഇങ്ങോട്ട് മേടിച്ചു കൊണ്ടുവന്നു. ഒരു അന്യായ പ്രയോഗമാണ്. 100 ഗ്രാം മുളക് മേടിച്ചുകൊണ്ട് വന്നിട്ട് അതെല്ലാം അങ്ങോട്ട് ഉടച്ചിട്ട് ഇവന്റെ കണ്ണ് തുറന്ന് 2 കണ്ണിലോട്ടും തേച്ചു. 2 മിനിറ്റ് കഴിഞ്ഞപ്പോ ഈ മാട് PT ഉഷ ഓടുന്ന പോലെ ഓടുന്നു. എനിക്ക് മനസ്സിലായി, വെറുതെ തമ്പുരാൻ മുളക് ഞെരടി പണിയുണ്ടാക്കാതെ നേരെ പോകുന്ന ആ ബുദ്ധി ഏതായാലും നിന്നെ വഴി കളയത്തില്ല. 100 ഗ്രാം മുളക് പോയാലും ശരി നിന്നെ കൊണ്ടെത്തിക്കും. കണ്ണിലോട്ട് ഞെരടി വിട്ടു. ദൈവമേ, പിന്നെ മുമ്പിൽ നിൽക്കുന്ന ആരാന്നറിയാമോ? ഈ മാടാ. ഞാൻ ഓർത്ത് ഇത് ചാടി എഴുന്നേറ്റ് കണ്ണു നീറുകയല്ലേ, കരഞ്ഞോണ്ട് ഓടുക. ബാക്കി മാടുകൾ പുറകെ ഓടുക. എന്നിട്ട് ദൈവം തമ്പുരാൻ വില കൊടുത്ത് മേടിച്ചതാ, വഴി കളയത്തില്ല. തമ്പുരാൻ മുളക് മേടിക്കാൻ ദയവ് ചെയ്ത് ദൈവമക്കളെ ശ്രമിക്കരുത്. വെറുതെ മുളക് വെച്ച് ഞെരടി മൂങ്ങിക്കരഞ്ഞു പോകുന്നതിനേക്കാൾ നല്ലത് മാനം മര്യാദയ്ക്ക് പോകുന്നതാണ് നല്ലത്. യേശു രക്തം കൊടുത്ത് മേടിച്ചതാണ്. അപ്പൊ ഈ പരീക്ഷയോടുകൂടെ നീക്കുപോക്ക് തരും. നമ്മുടെ താഴ്ച ദൈവത്താ വന്നതാണ് കേട്ടോ. ലോകത്തിലൊന്നും ആർക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. താഴ്ച ദൈവത്താലോ. നന്ദിയുള്ളവരായിട്ടൊന്ന് ദൈവത്തെ സ്തുതിക്കാമോ? പിശാചി യുദ്ധം നിർത്തി പൊയ്ക്കളയും. ഇല്ല, ദൈവമാണ് എന്നെ താഴ്ത്തി നടത്തിയത്. കർത്താവേ, ഈ താഴ്ചയാണ് എൻ്റെ മാന്യത, ഈ താഴ്ചയാണ് എൻ്റെ മാന്യത. ഓർമ്മയിൽ സൂക്ഷിക്കണം. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന പല മാന്യമായ കാര്യവും നമ്മുടെ പ്രാണന് ദോഷമാണ്. പലപ്പോഴും നാം ചിന്തിക്കുന്ന നമ്മുടെ പല ഹീനമായ കാര്യവും നമ്മുടെ മാന്യതയ്ക്ക് അല്ല ജീവിതത്തിന് സുരക്ഷിതമാണ്.
അതുകൊണ്ട് നമുക്കെല്ലാം വിശദമായി ചിന്തിപ്പാൻ സമയം പോരാ. ദൈവത്തിന്റെ വിശ്വസ്തത. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകാം. അടുത്തതായി നമ്മൾ പറയുന്നത്, ഭക്തനായ മോശ തന്റെ സങ്കീർത്തന വരികൾ ഒരു വാക്ക് എഴുതിയിരിക്കുന്നു. നിന്റെ വിശ്വസ്തത പരിചയും പലകയുമാണ്. 91-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ പരിചയും പലകയുമായ ഒരു വിശ്വസ്തതയെ നമുക്ക് കാണാം. വായിച്ചാൽ, അവന്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും, അവന്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവന്റെ വിശ്വസ്തത നിനക്ക് പരിചയം. അവന്റെ വിശ്വസ്തത നിനക്ക് പരിചയാണ്. ഇന്ന് വൽക്കാലം നമുക്കൊന്ന് ഏറ്റു പറയണം, എന്റെ ദൈവം തമ്പുരാന്റെ വിശ്വസ്തത എനിക്ക് പരിചയാണ്. ശത്രുവായ സാത്താനെ, നീ എത്ര മൂർച്ചയുള്ള ആയുധവും എന്റെ നേരെ എറിഞ്ഞാലും എന്റെ ദൈവത്തിന്റെ വിശ്വസ്തത എനിക്ക് പരിചയമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ പ്രതിയോഗിയായ പിശാച് മൂർച്ചയുള്ള ആയുധം നിന്റെ പ്രാണന് നേരെ എറിഞ്ഞപ്പോഴും നിന്റെ കാലടി വഴുതി നീ വീണുപോകാതിരുന്നതിന്റെ പിന്നിൽ ദൈവത്തിന്റെ വിശ്വസ്തത നിനക്ക് പരിചയമായിരുന്നു. വാഗ്ദത്തം ചെയ്തവൻ എത്ര വിശ്വസ്തനാണ്. ഈ കൂട്ടായ്മയിലേക്ക് നമ്മെ വിളിച്ച ദൈവം എത്ര വിശ്വസ്തനാണ്. അവന്റെ വിശ്വസ്തത മേഘങ്ങളോളം നമ്മെ കൊണ്ടെത്തിക്കുന്നതാണ്. അവന്റെ വിശ്വസ്തത നമുക്ക് പരിചയം പലകയുമാണ്. ശത്രു നമ്മുടെ പ്രാണന് നേരെ അമ്പെയ്യുമ്പോൾ, മൂർച്ചയുള്ള ആയുധം വരുമ്പോൾ അവന്റെ വിശ്വസ്തത നമ്മെ കാത്തുകൊള്ളും. സമയം അവസാനിക്കും. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടന്നു പോകാം. മറ്റൊരു ഭാഗത്ത് പൗലോസ് എഴുതിയിരിക്കുന്നു, എബ്രായ ലേഖനം 11-ാം അധ്യായം 11-ാം വാക്യം ഇങ്ങനെയാണ്, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ. വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന്. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ. നമ്മളോട് വാഗ്ദത്തം ചെയ്ത ദൈവം തമ്പുരാൻ വിശ്വസ്തനാണെന്ന് 1000 വർഷം കഴിഞ്ഞാലും അത് നിവർത്തിച്ചു തരും. 100% നമ്മൾ വിശ്വസിക്കണം. ചിലപ്പോൾ നമ്മളങ്ങ് മറന്നുപോയെന്ന് വരും. നമ്മൾ പല കാര്യമൊന്നും ഓർമ്മയില്ല. 100,000 കൂട്ടം കാര്യങ്ങളാണ്. പല കാര്യം നമ്മൾ ദൈവത്തോട് ചോദിച്ചു, നമ്മൾ പ്രാർത്ഥിച്ചു. ചില കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടിട്ടില്ലേ, ആരിൽ നിന്നോ പറഞ്ഞു കിട്ടിയിട്ടുള്ള ഒരു പ്രവണതയാണ് ഈ സ്തോത്രം എഴുതുന്ന പരിപാടി. ചില കുഞ്ഞുങ്ങൾ സ്തോത്രം എഴുതും. ഇന്നലെ ഞാൻ ഒരുത്തൻ്റെ ബുക്ക് കണ്ടു. 120 പേജുള്ള ബുക്ക് മുഴുവനും എഴുതിയിരിക്കുകയാണ്. 1 മണിക്കൂറിൽ നിങ്ങൾ സ്തോത്രം ചെയ്താൽ, നിർത്താതെ സ്തോത്രം ചെയ്താൽ 6000 സ്തോത്രം ചെയ്യാം. 1 മണിക്കൂറിൽ 6000 സ്തോത്രം ചെയ്യാം. ചില കുഞ്ഞുങ്ങൾ എഴുതും, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ് കേട്ടോ, മനസ്സും അടുക്കരുത്. അബ്രഹാം വയോധ്യനും സാറായുടെ ശരീരം നിർജീവമെന്നും അറിഞ്ഞിട്ട് വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തൻ. എത്ര പേര് വിശ്വസിക്കുന്നു? അസാധ്യമാതിനെ സാധ്യമാക്കി തരുവാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. എന്നോട് വാഗ്ദത്തം ചെയ്തത് എന്നിലും എന്റെ സന്തതിയിലും എന്റെ ദൈവം നിവർത്തിച്ചു തരും. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തൻ. ഈ കൂട്ടായ്മയിലേക്ക് നമ്മെ വിളിച്ച ദൈവം തമ്പുരാൻ വിശ്വസ്തൻ. 1000 വർഷം കഴിയട്ടെ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ദൈവം ചെയ്തു തരും. അവിടെ അവസാനിക്കുന്നില്ല. ദൈവവിശ്വസ്തതയുടെ 6ാമത്തെ സ്റ്റെപ്പിലേക്ക് നമുക്ക് വരാം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, പ്രാർത്ഥിക്കുമ്പോൾ 143-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ ദൈവം തമ്പുരാൻ വിശ്വസ്തൻ. പ്രാർത്ഥിച്ച ഏറ്റവും ചെറിയ കാര്യത്തിൽ പോലും മറുപടി തരുവാൻ ദൈവം തമ്പുരാൻ വിശ്വസ്തനാണ്. നമുക്ക് അവന്റെ വിശ്വസ്തതയിൽ വിശ്രമിക്കാം, മടുത്തുപോകാതെ പ്രാർത്ഥിക്കാം. ഏറ്റവും ഒടുവിൽ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം അതിന്റെ 23-ാം വാക്യത്തിൽ പൗലോസ് പറയുക, നിങ്ങളുടെ ദേഹവും നിങ്ങളുടെ ദേഹിയും നിങ്ങളുടെ ആത്മാവും അശേഷം നീക്കപ്പെടാതെ കാക്കപ്പെടുമാറാകട്ടെ. അടുത്തത്, നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ്. എന്തൊരു വാക്കാവുന്ന വായിച്ചാട്ട്. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവ് പ്രാണനും നിങ്ങളുടെ പ്രാണൻ ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തൻ, അവനത് നിവർത്തിക്കും. ഇന്ന് വാക്കാലം നമുക്ക് ഏറ്റു പറയാം, യേശുവേ ഈ കൂട്ടായ്മയിലേക്ക് വിളിച്ച അങ്ങ് വിശ്വസ്തനാണ്. ഒരു നാളങ്ങ് കാഹളധ്വനിയോടെ വരും. എന്റെ കാതുകളിൽ കർത്താവിന്റെ ശബ്ദം കേൾക്കും. പ്രാക്കളെ പോലെ ഞാൻ പറന്നുയരും. എന്റെ ഹൃദയത്തിൽ വാഴുന്ന ആഗ്രഹം കൊണ്ടും എന്നിൽ വ്യാപരിച്ച പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടും എന്നിൽ വെളിപ്പെടാനിരിക്കുന്ന ദൈവകൃപ കൊണ്ടും എന്നെ വിളിച്ച ദൈവത്തിന്റെ വിശ്വസ്തതയാലും അവനെ എതിരേൽപ്പാൻ ഞാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും.
നമ്മുടെ കർത്താവായ യേശു സ്വർഗാരോഹണം ചെയ്തു. ഒരു മേഘം വന്നവനെ മൂടി. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. കർത്താവിന്റെ പാദപീഠത്തിലേക്ക് നമുക്ക് അടുത്തിയെല്ലാം ആ വചനം നമുക്കൊന്നൊന്നായി ഏറ്റു പറയാം. അലസപ്പെട്ട മനസ്സോടെ ആരും ദൈവസന്നിധിയിലായിരിക്കരുത്. ഒരു നിമിഷം എല്ലാവരും കണ്ണുകളെ അടച്ചാട്ട് ഒരു നിമിഷം നമുക്കൊന്ന് മുഴങ്കാൽമേലിരിക്കാം. നമ്മുടെ സമയങ്ങളെല്ലാം അതിവേഗം പോയിക്കൊണ്ടിരിക്കുന്നു. നമുക്കിങ്ങനെയുള്ള കൂടിവരവിന്റെ സൗകര്യങ്ങളുടെ ആ സാഹചര്യങ്ങളുടെ വാതിലുകളൊക്കെ അടയാൻ പോകുന്നു. ഇന്ന് പകൽക്കാലം നീ യാദൃശ്യമായി ദൈവസന്നിധിയിൽ വന്നതല്ല. വചനം ഏറ്റു പറഞ്ഞുകൊണ്ടേ ഇരിക്കാം. എന്നോട് നിയമം ചെയ്ത ദൈവത്തിന്റെ നിയമത്തിന്റെ അടയാളമാണ്. നോഹയ്ക്ക് ദൈവം അടയാളം കൊടുത്തു. അത് മേഘത്തിൽ തന്റെ വില്ല് വെച്ചാണ്. ദൈവവൈതലേ, നീ പ്രാർത്ഥിച്ച് ദൈവത്തോട് പറഞ്ഞ വാക്ക് ദൈവം കേട്ടിട്ടുണ്ട്. മേഘത്തിൽ വില്ല് വെച്ച് ദൈവം നിന്നോട് ഉടമ്പടി ചെയ്തു. ഏലിയാവിനെ കുറിച്ച് നമ്മൾ കേട്ടു. അവന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ആകാശത്തിൽ ഒരു മേഘം എഴുന്നേറ്റ് വരുന്നു. നിന്റെ പ്രാർത്ഥനയുടെ മേൽ മഞ്ഞും മഴയും അയച്ച് പുഷ്ടിയുള്ളതായി നീ കണ്ണുനീരോടെ വിതച്ചത് നീ ആർപ്പോടെ കൊയ്യും. നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ സാക്ഷ്യം ആകാശമേഘത്തിൽ മേഘങ്ങളുടെ നടുവിൽ നിന്ന് ദൈവം നിന്നെ നോക്കി സാക്ഷ്യം പറയട്ടെ. അതിലുപരിയായി ദൈവം വിശ്വസ്തൻ. നമുക്ക് ആ വചനങ്ങളൊന്ന് ഏറ്റു പറയാം. ആരും ദയവായി അലസപ്പെട്ട് മനസ്സലിഞ്ഞ് തിരിഞ്ഞിരിക്കരുത്. മീറ്റിങ്ങിന്റെ പ്രാരംഭം തുടങ്ങി. ശ്രദ്ധിക്കൂ, ദൈവ സാന്നിധ്യം പാളയത്തിൽ ഇറങ്ങി വരുമ്പോൾ മോശയോട് ദൈവം ഒരു വാക്ക് പറഞ്ഞു. ഞാൻ പർവ്വതത്തിൽ ഇറങ്ങി വരുമ്പോൾ ഒരു മൃഗവും പർവ്വതത്തിൽ മേഞ്ഞ് നടക്കരുത്. അങ്ങനെ ഒരു വാക്കുണ്ട്. ഏതെങ്കിലും മൃഗം പർവ്വതത്തിൽ മേഞ്ഞ് നടന്നാൽ നീ അതിനെ കല്ലെറിഞ്ഞ് കൊല്ലണം. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തിൽ ഇറങ്ങി വരുമ്പോൾ ദയവേത് അതിനിടയിൽ ഒരു മൃഗം ഉഴന്ന് അലഞ്ഞ് മേഞ്ഞ് നടക്കരുത്. പലർക്കും ഇത് അറിഞ്ഞുകൂടാ. അങ്ങനെ ഉണ്ടെങ്കിൽ നാം അതിനെ കല്ലെറിഞ്ഞ് കൊല്ലണം. അനുഗ്രഹത്തിന്റെ നാൾ നമുക്ക് ശാപമായി തീരരുത്. നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. എല്ലാ കാട്ടുജാതികളെയും നമുക്ക് മനസ്സിൽ മേഞ്ഞ് നടക്കുന്ന ദുഷ്ടതകളെ നീക്കിക്കളയാം. വചനം നമുക്ക് ശക്തിയായി ഏറ്റുപറയാം. ആത്മാവിൽ നമുക്ക് നമ്മുടെ കർത്താവിന്റെ സ്വർഗാരോഹണം ഒന്ന് ദർശിച്ചാട്ട് എത്ര പേർക്ക് കാണാൻ കഴിയുന്നു? യേശു സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നു. ഒരു മേഘം വന്നവനെ മൂടുന്നു. നമുക്ക് ആത്മാവിൽ ആ രംഗം ഒന്ന് ദർശിക്കാം. നമുക്ക് ധൈര്യത്തോടെ ഏറ്റു പറയാം, എന്റെ ദൈവം വിശ്വസ്തനാണ്, എന്റെ ദൈവം വിശ്വസ്തനാണ്. ഞാൻ പശ്ചാത്തപിച്ചപ്പോഴൊക്കെയും എന്റെ പാപം ക്ഷമിച്ചു തരുവാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. കർത്താവേ, കഴിഞ്ഞ കാലത്ത് ഞാൻ പശ്ചാത്തപിച്ചപ്പോഴൊക്കെയും നിന്റെ വിശ്വസ്തത ക്ഷമിച്ച് ഇന്നും എന്നെ ഈ കൂട്ടായ്മയിൽ നിർത്തിയിരിക്കുന്നല്ലോ. എനിക്ക് ആയിരക്കണക്കിന് പരീക്ഷയുണ്ട് കർത്താവേ, അസംഖ്യം ദുഃഖങ്ങളും വേദനകളും ഉണ്ട് കർത്താവേ. എങ്കിലും പരീക്ഷയോടുകൂടെ നീക്കുപോക്ക് തരുവാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. കർത്താവേ, കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ പല പദ്ധതികൾ ഒരുക്കി നിന്റെ വിശ്വസ്തത അവയെല്ലാം ഉടച്ചു കളഞ്ഞു. എല്ലാം നന്മയ്ക്കാണ് കർത്താവേ. നമുക്കൊന്ന് ഏറ്റു പറയാം, എല്ലാം നന്മയ്ക്കാണ്. നിന്റെ വിശ്വസ്തതയാണ് എന്നെ താഴ്ത്തിയത്. അതുകൊണ്ടാണല്ലോ ഇന്ന് ഞാൻ ജീവനുള്ള പ്രദേശത്ത് ഇരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഇന്ന് ഞാൻ ദൈവകൃപയിൽ നിൽക്കുന്നത്. ദോഷമായിട്ടൊന്നും എന്റെ ദൈവം എന്നോട് ചെയ്തിട്ടില്ല. എന്റെ ദൈവം വിശ്വസ്തനാണ്. എന്റെ പ്രാർത്ഥനയുടെ അവസാന വാക്കും അവന്റെ കാതുകളിൽ എത്തിയിട്ടുണ്ട്. എന്റെ കണ്ണുനീരിന്റെ അവസാന തൊള്ളിയും അവന്റെ തുരുത്തിയിൽ വെച്ചിട്ടുണ്ട്. എന്റെ പ്രാർത്ഥന കേൾക്കുവാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. ശത്രുവായ സാത്താനെ, നീ മുഴുവനത്തോടെ നിന്റെ ആയുധം എറിഞ്ഞാലും എന്റെ ദൈവത്തിന്റെ വിശ്വസ്തത എനിക്ക് പരിചയമാണ്. എന്റെ കുഞ്ഞുങ്ങൾക്ക് അത് പരിചയമാണ്. എന്റെ കുടുംബത്തിന് അത് പരിചയമാണ്. പകൽക്കാലം വിശ്വാസത്തോടെ വചനം ഏറ്റുപറയുവീൻ. ആത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തെ ഉണർത്തിക്കൊണ്ടേയിരിക്കട്ടെ. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. നീ ഭയപ്പെടാതെ, അയ്യോ കർത്താവേ നീ എന്നെ മറന്നോ എന്ന് ചോദിച്ചേക്കാം. ഇല്ല, ദൈവം നിന്നെ മറക്കത്തില്ല. അവർ ജോസഫിനെ മിസ്രൈമിലേക്ക് വിറ്റവരെല്ലാം ജോസഫിനെ മറന്നുപോയി. പക്ഷേ യഹോവയോ ജോസഫിനെ ഓർത്തു. കാരണം ഈ ദർശനം കൊടുത്തത് യഹോവയാണ്. ഈ ദർശനത്തിന്റെ പിന്നിലാണ് ജോസഫ് വേദനപ്പെടുന്നത്. നിനക്ക് ദർശനം തന്നത് ദൈവമാണ്. അതിന്റെ പിന്നിലാണ് ഇന്ന് നീ വേദനപ്പെടുന്നെങ്കിൽ എല്ലാവരും മറന്നാലും നിന്നെ മറക്കാത്ത ഒരു ദൈവമുണ്ട്. വാഗ്ദത്തം ചെയ്ത ദൈവം അവൻ വിശ്വസ്തനാണ്. എല്ലാറ്റിനുപരി എന്റെ കർത്താവായ യേശു വരും. നമുക്ക് യേശുവിന്റെ വരവിനെ ആത്മാവിൽ ദർശിക്കാം. ഹല്ലേലൂയ. എന്റെ കർത്താവായ യേശു 1000 ദൂതന്മാരുമായി വരുന്നു. ഇതാ നീതിമാന്മാരുടെ കല്ലറകൾ പൊട്ടി അവരെല്ലാം തേജസ്സുള്ളവരായി ഉയർക്കുന്നു. ഞാൻ എന്റെ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. എത്ര പേർ
ഹൃദയദൃഷ്ടിയോടെ യേശുവിന്റെ വരവിനെ കാണുന്നു. അങ്ങനെ കാണുന്നവർ ദയവായി കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ട് ഒന്നൊന്നായി വചനമൊന്ന് ഏറ്റു പറഞ്ഞാട്ട്, പിശാചി നിന്റെ തലമുടിനാരെ തൊടത്തില്ല. ഇപ്പോൾ നീ പോകുന്ന പാതകൾ ദൈവത്തിൻ്റെതാണ്. കർത്താവേ, ഞാൻ കൈവിടപ്പെട്ടു പോകുമോ? കർത്താവേ, ഞാൻ ശത്രുവിന്റെ വലയത്തിൽ പെടുമോ? ഇല്ല. ദൈവവൈതലേ, ദൈവത്തിന്റെ വിശ്വസ്തത നിനക്ക് പരിചയമാണ്. യേശുവിന്റെ വരവിനെ നമുക്ക് ആത്മാവിൽ ദർശിക്കാം. പൗലോസിനോടുകൂടെ ചേർന്ന വചനം ഏറ്റു പറയാ, എന്റെ ദേഹവും, എല്ലാവരും ഒന്ന് പറഞ്ഞാട്ട്, എന്റെ ദേഹവും എന്റെ ദേഹിയും എന്റെ ആത്മാവും അശേഷം നിന്ദിക്കപ്പെടാതെ കർത്താവിന്റെ നാളിലേക്ക് എന്നെ കാക്കൂ. എന്നെ വിളിക്കുന്നവൻ വിശ്വസ്തൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന് ഹൃദയങ്ങളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ട് വചനം ശക്തിയായിട്ടൊന്ന് ഏറ്റു പറഞ്ഞാട്ട് സാത്താൻ യുദ്ധം നിർത്തി നിന്നെ വിട്ടോടി പോകട്ടെ. ഇല്ല, പിശാചിനെ ഒന്നും നിന്നോട് ചെയ്യാൻ സാധ്യമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തെ ഉണർത്തിക്കൊണ്ടേയിരുന്നാട്ട് ദയവായി അതരം അടച്ചിരിക്കാതെ വചനം ഏറ്റു പറഞ്ഞുകൊണ്ടിരുന്നാട്ട്, വാഗ്ദത്തം ചെയ്ത എന്റെ ദൈവം അത് വിശ്വസ്തനാണ്. എത്ര പേര് വിശ്വസിക്കുന്നു? വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തൻ. ഈ കൂട്ടായ്മയിലേക്ക് എന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ. എന്റെ ജീവിതത്തിൽ താഴ്ച വരുത്തിയ ദൈവം വിശ്വസ്തൻ. ഒരു നാൾ എന്റെ യേശു വരുമ്പോൾ ഞാൻ അവനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഞാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. എന്റെ കർത്താവിനെ കണ്ണുകൊണ്ട് കാണും. എത്ര പേർ യേശുവിന്റെ വരവിനെ കാണുന്നു? കാണുന്നവർ കരങ്ങൾ ഉയർത്തി പിടിച്ചാട്ട് ദൈവത്തെ സ്തുതിച്ചാട്ട്, ആയിരം ആയിരം ദൂതന്മാരുമായി യേശു വരുന്നു. ഇതാ നമ്മുടെ ശരീരം രൂപാന്തരപ്പെടുന്നു. നാം നമ്മുടെ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുന്നു. അതിന്റെ പിന്നിൽ വിളിച്ച ദൈവത്തിന്റെ വിശ്വസ്തതയുണ്ട്. പരിശുദ്ധാത്മാവിന് ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. ആത്മാവ് ശക്തിയായി നമ്മുടെ മധ്യേ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. വാഗ്ദത്തം ചെയ്തവനെന്നും വിശ്വസ്തനേ, വാക്കുമാറുന്നില്ല, വാനഭൂമി മാറിനു. വാഗ്ദത്തം ചെയ്തവനെന്നും വിശ്വസ്തനേ, വാക്കുമാറുന്നില്ല, വാനഭൂമി മാറിനു. വീടൊരുക്കി തന്മാരും ശുദ്ധനെ ചേർത്തിടുവാൻ നിത്യമായി സ്നേഹിച്ചല്ലോ സ്നേഹരൂപ, തന്നെ പോലെ നമ്മെ മാറ്റുവാൻ ജീവൻ തന്നു. നിത്യ